Good afternoon, sir. നമസ്കാരം കാർത്തികേ.
പാർത്ഥസാരഥി ഐക്യൻ അക്കാദമി നടത്തിവരുന്ന വെബിനാർ സീരീസിന്റെ 43-ാം ഭാഗമായ ഇന്ന് ജഡ്ജ്മെന്റ് അനാലിസിസ് ഓഫ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ റേപ്പ് കേസ് ത്രൂ ദി ഐ ഓഫ് ലോ പാർട്ട് 2 എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വെബിനാർ. പ്രസ്തുത വിധിയിലേക്ക് ആനയിച്ച ജഡ്ജ്മെന്റ് നിയമത്തിന്റെ കണ്ണിലൂടെ ഇന്ന് അനലൈസ് ചെയ്യുന്നത് കേരളത്തിലെ ക്രിമിനൽ അഭിഭാഷകരിൽ പ്രഥമസ്ഥാനീയനായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ അവർകളാണ്. സെക്ഷൻ കോടതികളിലും ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും എണ്ണമറ്റ ക്രിമിനൽ കേസുകളിൽ ഡിഫൻസ് ലോയറായി കേസ് നടത്തി പേരും പെരുമയും നേടിയ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ യശശരീരനായ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് കോട്ടൂർ ഗോപാലകൃഷ്ണൻ അവരുടെ പ്രിയ ശിഷ്യനാണ്. കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി കേസ്, പന്തളം കേസ്, ജൂലൈ 13 RSS മർഡർ കേസ്, ചെമ്പഴന്തി അജയൻ മർഡർ കേസ്, രമണി മർഡർ കേസ്, കെവിൻ മർഡർ കേസ്, ആറ്റിങ്ങൽ ഡബിൾ മർഡർ കേസ്, ഗംഗേശ്വരാനന്ദ സ്വാമി പെനീസ് ചോപ്പിംഗ് കേസ് തുടങ്ങി എണ്ണമറ്റ ക്രിമിനൽ കേസുകളിൽ ഡിഫൻസ് ലോയറായി തിളങ്ങി തന്റെ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ സാർ. CBI കൗൺസിലായി വിവിധ കേസുകളിൽ തന്റെ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വം. കൂടുതൽ മുഖവര ആവശ്യമില്ലാത്ത അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ സാറിനെ ആദ്യമായി ഈ വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന നെയ്യാറ്റിങ്കര ക്രിമിനൽ കോർട്ടിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് അജിത് കുമാർ സാറിനെയും ഹാർദവമായി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വെബിനാറിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന അശ്വതി ജ്വല, നിയമവിദ്യാർത്ഥിയും സാമൂഹിക പ്രവർത്തകയുമായ അശ്വതി ജ്വലയെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സീനിയർ അഭിഭാഷകർ, നിയമ അധ്യാപകർ, നിയമവിദ്യാർത്ഥികൾ, മറ്റെല്ലാവർക്കും പാർത്ഥസാരഥി ഐക്യൻ അക്കാദമിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ ജഡ്ജ്മെന്റ് അനലൈസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ സാറിനെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് PW1, അതായത് വിക്ടിമിന്റെ എവിഡൻസിലേക്കാണ് വന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ജഡ്ജ്മെന്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പേജ് നമ്പർ 114 കാണുന്നുണ്ടല്ലോ. സ്ക്രീനിൽ ക്ലിയർ അല്ലേ? സ്ക്രീനിലുണ്ടല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലേ? PW1 എക്സ്റ്റൻഷൻ 10 ദിവസം വരെ ക്രോസ് ചെയ്തു. അതിനകത്ത് മെയിൻ ക്രോസ് എക്സാമിനേഷനിലെ മെയിൻ പോയിന്റ് സെന്റേഡ് അറൗണ്ട് ദർ failure to disclose about the details of the sexual intercourse in her affairs. So ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഇതിനകത്ത് സെക്ഷൽ ഇന്റർകോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നില്ല. ദാറ്റ് വാസ് ദി ഫസ്റ്റ് പോയിന്റ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ. അതിന് അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, അവർ FIS കൊടുത്ത സമയത്ത് ഷീ വാസ് നോട്ട് ഹാവിങ് എ വെരി ഫ്രീ ആൻഡ് ഫെയർ അറ്റ്മോസ്ഫിയർ. കാരണം അവരുടെ കൂടെ മറ്റ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് പറയാനായിട്ട് മേ ബി നാണക്കേടായിരുന്നിരിക്കാം. ദാറ്റ് മേ ബി ദ റീസൺ. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അത് മുഴുവൻ പറയാത്തുള്ള എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ അത് റീസണബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് ദ കോർട്ട് ഹസ് ഡിസൈഡഡ് ഇറ്റ് ടു ബി വെരി വെരി അൺറീസണബിൾ. അതിനകത്ത് ഒരു പോയിന്റ് ഓഫ് ലോ ഉണ്ട്. ദാറ്റ് ഈസ് ഈ FIS ഒരു ഇൻസിഡന്റിനെ സംബന്ധിച്ച് നമ്മൾ എത്രയും വേഗം ഒരു റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം. പക്ഷേ ഇഫ് ദർ ഇസ് എ ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ദ മാറ്റർ ടു ദ പോലീസ്, then that delay has to be explained. The question is whether that delay is reasonable or unreasonable. That is a matter for decision for the court. Here in this case, the court has found that the explanation furnished by PW1 is not a satisfactory explanation. Then another point that was canvassed by the defense was, see page number 64. Defense also sought an explanation for not opting to enter room number 20 in the company of other sisters. അതായത് റൂം നമ്പർ 20 ബിഷപ്പ് താമസിച്ചിരുന്നത്. ആ ബിഷപ്പിന്റെ മുറിയിൽ
മറ്റുള്ള കന്യാസ്ത്രീകളോടൊപ്പം പോയാൽ പോരെ? വൈ ഷീ വെന്റ് അലോൺ? That is question number, point number 1. Next point was ഈ അക്കൗണ്ട്സ്, ഈ കിച്ചന്റെ അക്കൗണ്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബിഷപ്പ് അവരെ വിളിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിഷപ്പ് ഈ കിച്ചണിലെ വർക്കിന്റെ അക്കൗണ്ട്സിന്റെ കംപ്ലീറ്റ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സിസ്റ്റർ ലിയോണോ ആണ്. സിസ്റ്റർ ലിയോണോ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷീ കുഡ് ഹാവ് സബ്മിറ്റഡ് ദോസ് പേപ്പേഴ്സ് ദ നെക്സ്റ്റ് ഡേ അലോങ് വിത്ത് സിസ്റ്റർ ലിയോണോ. വൈ ഷീ ഡിഡ് നോട്ട് ഡു ദാറ്റ്? അതിന് അവര് പറഞ്ഞത് എനിക്ക് ഇതുപോലെ ബിഷപ്പിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വരാതിരിക്കാൻ പറയാൻ പറ്റിയതല്ല. എന്നിട്ട് ദെൻ ഷി വാസ് ആസ്ക്ഡ് വെദർ ഈ പോലീസിന്റെ ഇൻട്രോഗേഷന്റെ സമയത്ത് അവർ ഈ അക്കൗണ്ട്സിനെ പറ്റി പോലീസുകാർ ചോദിച്ചിരുന്നു, വെദർ ഷി ഹാഡ് പ്രൊഡ്യൂസ്ഡ്. ദെൻ ഷി സെഡ് ഷി ഡസ് നോട്ട് റിമെമ്പർ എനിത്തിങ് അബൌട്ട് ദാറ്റ്. Then the next point, the para number 115. Para number 115, very important point is, see, regarding your meeting with the doctor, medical expert. See, the defense has got a case that the entire matters were not disclosed to the doctor. So she was asked whether she was questioned by the doctor in a free and a fair atmosphere. Then see the last sentence. According to her, she had full trust in the doctor and that the history was disclosed to the doctor in a free atmosphere. This is her answer. Now, para 116. As per the history narrated to the doctor, she was subjected to assault, including touching of private parts, inserting fingers in the victim's vagina, forces her to touch his private parts and ejaculate in front of her. Victim explained that the history was with respect to the incidents which occurred on 5/5/2014. See, that 5/5/2014 ഫസ്റ്റ് ഒക്കറൻസ് വരുന്നത്. 5/5/6 അദ്ദേഹം പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷമുള്ള ഒക്കറൻസിനെ പറ്റിയിട്ടൊന്നും there is no report to the police. As regards her conversation with PW18, അതായത് തിരുവേനി ജോർജ് ആലഞ്ചേരി തിരുവേനിയുടെ അടുത്ത് പറഞ്ഞതിനെ പറ്റി, ഷീ സെഡ് ദാറ്റ് ആലഞ്ചേരി തിരുവേനി പറഞ്ഞു പോലും ദാറ്റ് അവരുടെ പരാതി കൺസിഡർ ചെയ്യാം, പക്ഷേ ഷീ ഷുഡ് കം ഔട്ട് ഓഫ് ദ കോൺഗ്രിഗേഷൻ. Then she was further asked whether she had a quarrel with the sister Tinsy. Tinsy എന്ന് പറയുന്നത് അവിടുത്തെ ഇവർ കഴിഞ്ഞതിന് ശേഷം മദർ സുപ്പീരിയർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആളാണ്. അവരുമായിട്ട് ഷീ അഡ്മിറ്റഡ് ദാറ്റ് there was some sort of an altercation. Then she was specifically asked whether ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ താക്കോല് ഫോഴ്സിബിൾ ആയിട്ട് എടുത്തിട്ട് ആ കാർ ദേഷ്യം നിന്നിട്ട് ആ കാർ പുറകോട്ടും മുന്നോട്ടുമായിട്ട് കാർ പോസ്റ്റിലിട്ട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇട്ട് നീക്കിയായിരുന്നു. ദെൻ വെദർ ദി കാർ വീൽ ഓഫ് ദ കാർ had gone punctured, etc. And exhibit D10. D10 is a very important document. Exhibit D10 are the copy of the emails sent by PW1 to the mail of the accused. She was cross-examined at length, showing the videos and photographs of the functions which she attended with the accused on the next day after the alleged incident. See that? Next day. She was also elaborately cross-examined with respect to the complaint preferred by PW16. You may remember, PW16 എന്ന് പറയുന്നത് ജയ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു കസിനാണ്. അവർ കന്യാസ്ത്രീ അല്ല, അവരെ ഇതുപോലെ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ലേഡിയാണ്. അലിഗേഷൻ വാസ് ദാറ്റ് ദിസ് victim was alleged to have had a relationship with her husband Anand, who was CW17. The matters brought out during the cross-examination, including the omissions and contradictions projected by the defense, would be discussed at the appropriate context. Then this is the most important point in this point in the analysis of evidence of PW1. See, paragraph number 119. According to her, the first disclosure was made to PW2. നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞു PW2 എന്ന് പറയുന്നത് ഇവരുടെ സ്പിരിച്വൽ മദർ ആണെന്ന് പറയും. See, let us go into the evidence of PW2, 120 onwards. See, according to PW2, she was a spiritual mother, and then the page number 67. When she saw the new kitchen, she remarked that the work, അതായത് കിച്ചൺ വന്ന് കണ്ടപ്പോഴത്തേക്ക് PW2 പറഞ്ഞു നല്ല വർക്കാണ്, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. At that time, PW1 disclosed to her that there was a sad, ദുഃഖകരമായ ഒരു സംഗതി ഇതിന്റെ പുറകിലുണ്ടെന്ന്. She had a sad episode behind this work. She also told her that the accused used to visit their character മോശമാണ്, that he committed sexual violence on her. On hearing this shocking revelation, both PW1 and 2 cried. According to PW2, PW1 told her that she is thinking about committing suicide as she lost her vow of chastity. PW2 gave her moral courage. Then we will go into that. Take the 164 statement. അത് exhibit P21 ആയിട്ട് മാർക്ക് ചെയ്തു. exhibit P21 അതായത് 164 സ്റ്റേറ്റ്മെന്റിൽ ഈ PW2നോട് ഇങ്ങനെ പറഞ്ഞ കാര്യം ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. Sorry, this is not her 164 statement. അതായത് നമ്മുടെ ഈ PW2 164 സ്റ്റേറ്റ്മെന്റ്, സോറി, ഈ 164 സ്റ്റേറ്റ്മെന്റിൽ PW2 164 സ്റ്റേറ്റ്മെന്റ് she said that she was transferred to Andhra and she was kept under confinement, etc. Then
Then there was evidence of PW30. This part of the evidence may seem to be very interesting. The PW30 എന്ന് പറഞ്ഞ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. അയാൾക്കൊരു കംപ്ലൈന്റ് കിട്ടി PW2, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ സാക്ഷി PW2 വാസ് ഫൗണ്ട് മിസ്സിംഗ്. അതുകൊണ്ട് 57 KP ആക്ട് പറയാൻ കേസ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് PW2വിനെ ട്രേസ് ഔട്ട് ചെയ്ത് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് എക്സിബിറ്റ് P76 എന്നും പറയാൻ പ്രൊട്ടക്ഷൻ ഓർഡറും കൊടുത്തു. എന്നിട്ട് രണ്ട് പോലീസുകാരികളെ പോസ്റ്റ് ചെയ്തിരുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ഗിവിംഗ് പ്രൊട്ടക്ഷൻ. But the cross-examination of PW2 would prove that she was transferred from Jyoti Bhavan to Nirmala Provincial way back in 4/4/2013. Witness claims that she was later permitted to stay in Jyoti Bhavan. She further claims that in 2019, she was again ordered to be transferred to Nirmala Provincial House. There is no document to prove to substantiate her claim, but she complains that she was transferred because of her statement against the accused. Now, evidence of PW35 proves that at the time of recording her statement, PW2 was not residing at Jyoti Bhavan. Her statement was recorded at Kamaradi near Hyderabad on 11/10/2018. But 11/10/2018 Hyderabad local statement recorded. PW2 is not a member of the congregational member. She is a nun of the FCC Provincial House Vijayawada. It is admitted by her that the congregation is a pontifical right. It seems she had some issues with her congregation. It is not proved that the accused had any role in the internal matters of the FCC Provincial House. Then exhibit P75. See, P75 FIR and P76 protection order has not much relevance in the present case. That is not the only reason. We will go to the other aspects which is discussed by the case. Now, see para 124. Going by the testimony of PW1, first act sexual violence on 5/5/2014 രാത്രി 10:30 മണിക്ക്. പിന്നെ സെക്ഷൽ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുന്ന 6/5, 11/7, 5/1, 15/1, 22/4, 22/5, 22/7, 21/8, 5/11, 17/1, 29/4, 23, അങ്ങനെ 13 പ്രാവശ്യം. PW1 testifies that she disclosed these matters to PW2, her spiritual mother, either in the end of 2014 or in the beginning of 2015. അതായത് 2014 അവസാനത്തോടോ 2015 തുടക്കത്തിലോ ആണ് ഈ PW1 PW2വിനോട് അവർക്കുണ്ടായ ദുരവസ്ഥയെ പറ്റി പറഞ്ഞത്. Then her testimony reads the following. ഞാൻ ഇക്കാര്യങ്ങൾ എൻ്റെ സ്പിരിച്വൽ മദർ സിസ്റ്റർ ലൂസി വടക്കിൽ CW2വിനോട് 2014 അവസാനത്തിലോ 2015 തുടക്കത്തിലോ പറഞ്ഞിട്ടുണ്ട്. CW2വിനോട് പിന്നീട് ഈ കാര്യം പറഞ്ഞു. This part of her testimony is in tune with the evidence of PW2, but also testified that she stayed at the convent during 2014 December. Entries in Exhibit P34 Chronicle also supports her story. About testimony of PW2 and PW2 has crucial significance. See, 125 para. Going by the victim's version, she kept the incident within her and suffered the trauma silently. Alleged incident came to the public domain in 2018. In such a scenario, when the victim testifies that she had disclosed the incident to PW2 as early as in December 14, it goes without saying PW1's relationship with PW2 was so intense and deep. Okay, but surprisingly, the disclosure does not find a place in Exhibit P1 FIS. I think you have understood that. P1 as prosecution has no explanation to this crucial omission. അതായത് PW2നോട് 2014 2015 തുടക്കത്തിലോ വിവരം പറഞ്ഞു എന്നുള്ള കാര്യം ഇവര് 2018 കൊടുത്ത പോലീസ് കൊടുത്ത മൊഴിയിൽ കാണുന്നില്ല. പ്രോസിക്യൂഷൻ ഹാസ് നോ എക്സ്പ്ലനേഷൻ ഓൾസോ. Then therefore in the said circumstance the explanation that she could not freely disclose to PW37 of the disclosure PW37 എന്ന് പറഞ്ഞ റെക്കോർഡ് ചെയ്ത SHO about the disclosure made to PW is not convincing. Disclosure made to PW2, second point, FISലും ഇല്ല, അതുപോലെ എക്സിബിറ്റ് 19 പ്രകാരം റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റിനകത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നോർമലി എ സർവൈവർ വുഡ് നോട്ട് ഫർഗെറ്റ് ടു റിപ്പോർട്ട് അവർ സ്റ്റേറ്റ്മെന്റ്. ഇത് മാത്രമല്ല, there is another point which is under discussion, that is, see, 126 BNE. Defense has a case that PW2 is a planned witness for the purpose to supply corroboration. Now, let us see how that evidence was attacked. See, page number 1972. Page number 72. Second sentence. It is obvious that PW1 was meeting PW2 regularly. അവരെ മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ടെന്ന് ബോധ്യമായി. But PW2 has no case that the sexual violence committed on PW1 during 2015-2016 was disclosed to her or that she advised her to get over from trauma. അതായത് 2015-2016 ആ സമയത്തുള്ള സംഭവങ്ങളൊന്നും തന്നെ പറഞ്ഞായിട്ട് PW2വിന് പോലും അങ്ങനെ കേസ് ഇല്ല. PW2's version before this court and the magistrate will not prove that PW1 disclosed to her about any of the incidents after
2015. Kindly mark this page number 72, last two sentences. Then most important thing is letter to Sister Alfonsa. Sister Alfonsa dated 5/2/19. According ഈ ലെറ്റർ എഴുതിയ PW2 ആണ്. 5/2/19 എഴുതിയ കത്താണ്. According to PW2, she had written, PW2 herself admitted that 5/2/19 അവർ സിസ്റ്റർ അൽഫോൺസയ്ക്ക് എഴുതിയ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കള്ളത്തരങ്ങളുണ്ട്. In the cross-examination, she seems to have admitted. According to PW2, she does not know PW39 Subhash, PW40 Mohandas, police officers interested in the investigation of the case. പക്ഷെ കത്തിനകത്ത് അവർ പറയുന്നുണ്ട് മോഹൻദാസിന്റെയും സുഭാഷിന്റെയും കാര്യങ്ങൾ പറയുന്നു. Then, page number 73. When she was questioned as to how she could make a reference about Mohandas and Subhash in the letter sent to Sister Alphonse Abraham, she changed her stand. And explained that she purposefully included the name of police officers disclosed by the media in her letter to make the letter believable. She admitted that she was not. This is hierarchy. She herself is destroying the weight of her evidence. She admitted that she was not questioned either by Subhash or Mohandas, and that the contrary matter contents in the letter is incorrect. Then page number 1, para 128, first sentence. She admitted that her version in the letter that she spoke to PW6 Bishop Kurian Valyagandathil is false. Then e paragraph in Avasana Noku. She was confronted with a letter she had given to Sister Alfonso Abraham. A letter of admitted the following statement of the witness sums up the shaky nature of her disposition. എന്റെ മേലധികാരിക്ക് കൊടുത്ത കത്ത് ഫ്രാങ്കോയുടെ വക്കീലിന് കൊടുത്തു എന്ന് കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. Then we will go to കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നില്ല because you are all lawyers. Page 145 ഞാൻ ഷെയർ ചെയ്യാം. പാര 145. PW4 has deposed that she booked the taxi. അതായത് പ്രവീൺ എന്ന് പറഞ്ഞ ഒരാളിനായിട്ട്, പ്രവീൺ എന്ന് പറഞ്ഞൊരു ടാക്സി ഡ്രൈവറാണ്. അപ്പൊ ഇവര് ഈ ബിഷപ്പ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഷീസ് അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടി പ്രവീൺ ഇവർ അറേഞ്ച് ചെയ്തിരുന്നു ഇവനെ കൊണ്ടുപോകാനായിട്ട്. Probably you must have gone through the judgment, I think. So PW1 also deposed that she booked the taxi of Praveen and she asked him not to accept the other booking. She demanded that Praveen to park the taxi near the convent. See, now taxi driver evidence in the evaluation. Evidence of prosecution relies on evidence of PW4 taxi driver to prove that PW4 3 and 4 arranged a taxi on January 24-25 to take. അതായത് ജാനുവരി 24-25 അച്ഛൻ വരുമെന്ന് പേടിച്ച് ഇവര് ഇയാളെ ടാക്സി അറേഞ്ച് ചെയ്തിരിക്കുക ഇവിടുന്ന് ഇവരെ കൊണ്ടുപോകാനായിട്ട്. Then he says PW5 testified that in the end of January 2017 PW3 called him and booked his taxi. He was informed that he should be ready with his taxi at any time during the night, but he did not receive any call in the night. On the next day morning, PW4 called him and asked him not to offer taxi service to others on that day. He was also asked to reach the convent if called, but it was just specified that he should not come through the front gate. Instead, he should park the car in front of the gate. He felt that something serious at the time. PW4 told him about the proposed visit of the accused and that the accused wants PW1 to share a bed with him. He was also told that if the accused enters the convent through the front gate, they are planning to take PW1 out through the back door. The version of PW1 with respect to this, as the said incident, is as follows. According to PW1, after being informed about the visit of the accused, she became tense and she informed the matter to PW3, who with the help of PW4 arranged the taxi of PW5 for her journey. But the accused did not visit the convent on 24th, but she feared that the accused may visit again on 25th, and hence PW4 called PW5 and arranged the taxi. According to PW1, she received a message from the accused at around 11 a.m. that he is passing through Koravalangada. The version of PW1 is that the accused did not visit the convent on that day. Clearly, obviously, these two versions do not go together. Then 148, paragraph 148. As already pointed out in Exhibit P on the face of the victim, she did not disclose anything regarding the taxi arranged by PW3 and 4 about the disclosure she made to PW3 and 4 about the arrival of the accused. അതായത് ആദ്യം കൊടുത്ത FIS-നകത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ല. In Exhibit P
19164 statement, she has stated that in December 2016, she informed PW 3 and 4 that she would be forced to share a bed with the accused if he stays at Koravalangad. PW 3 and 4 have also deposed before this court that they have disclosed to PW 5 that the accused is demanding PW 1 to share his bed. The evidence of PW 3, 4, and 5 in this regard are totally artificial, unbelievable. It is very difficult to believe the version of prosecution that a nun would openly disclose to a taxi driver that a bishop is threatening another man, nun, to share bed with him. Page number 86. It is very difficult to believe the version of the prosecution that a nun would openly disclose to a taxi driver that a bishop is threatening another nun to share bed with him. One must remember that PW 1, 3, and 4 have taken all pains to keep the disclosure made by PW 1 a secret. In fact, even the brother and sister of PW 1 were not aware of the sexual violence committed on her. Taxi driver, none of the sisters or none of the priests or sisters also were not aware of the incident. In these circumstances, evidence of PW 5 that PW 4 very casually told him that the accused is forcing PW 1 to share bed with him cannot be believed at all. The evidence of PW 5 seems to be an attempt to rope in an outsider to supply corroboration from independent source. No reliance can be placed on his evidence. But the version of PW 1 that she disclosed to PW 3 and 4 in December 2016 that she may have to share the bed with the accused is supported by the evidence of PW 3 and 4. True, her version finds a place in Exhibit P19, her 164 statement as well. True, there is a statement from PW 3 and 3. So you see how the analysis has gone. Now I will take you to page number 157. Para 157. ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ദി എൻട്രീസ് ഓഫ് P34 ക്രോണിക്കിൾ. നേരത്തെ ഞാൻ പറഞ്ഞു P34 എന്ന് പറയുന്ന അവിടെ വരുന്ന ആൾക്കാർ വരവും പോക്കും എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ്. ഫ്രം നവംബർ 2015 to 6/7/17 are in the handwriting of PW 3. She deposed that all important events and functions happening in the convent would be written in the chronicle. She identified her handwriting. According to her, the chronicle is a regularly kept record. She also identified a signature in P35 Magasar prepared during the siege of P34. Then PW4, then we will go to 176. I am a little bit speed rolling. 176. 176 deals with the page number 176. Okay. Page number 176. That is being shared. PW 16 ends her letter. PW 16 Jaya, with the remark that she does not know who is telling the truth. The failure of the investigating agency to trace out the corroborating materials has handicapped everyone from finding out the actual truth of the revelations made in Exhibit D50 letter. It is hard to believe that PW 16 would make such wild allegations against her own husband and her own relative, whom she had once considered like God, for forwarding an innocent SMS. It is also doubtful whether she would tarnish the image of her husband, who is a practicing lawyer at the Supreme Court of India, by making false and frivolous allegations that he had attempted to commit suicide on account of his illicit relationship with a nun. Most importantly, PW6 has not till date given any communication to Sister Regina or MJ congregation that the allegations leveled in her complaint are false. That curious case of the missing mobile and damaged laptop. PW1 was complaining right from the beginning that the accused used to send obscene messages to her phone. In fact, Exhibit P90, see, very important. PW1 was complaining right from the beginning that the accused used to send obscene messages to her phone. In fact, Exhibit P19 statement of the victim, she has spoken about some of those messages. According to her, when she told the accused that she would not permit him to stay at the convent so long as she continues as the mother superior of the convent, the accused initially replied, "That is all right." Then he added, "The right thing is that he should visit the convent. If he does not visit the convent, then it won't be correct." Later, she started avoiding his phone calls. Then the accused texted her and asked sleeping. As per her version, the accused texted her with a heavy
With heavy heart, I am joining with your decision. I want to see you. I want to need you. Call me. Victim also speaks about the messages said by the accused that he is passing through Koravalingad. But when it comes to the production of the mobile phone to which messages were sent, prosecution has a strange explanation to offer. According to the prosecution, after issuing Exhibit P4 dispensation letter, അതായത് സഭയിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ള കത്ത്, PW1 abandoned her phone and SIM card and sent it to her house along with her other article. The phone and the SIM card were later sold to a scrap dealer, which could not be recovered. In this connection, the evidence of PW39, the investigating officer, is that though he inquired about the mobile phone used by the victim, it was revealed during investigation that the mobile phone was handed over to a scrap dealer. He questioned the scrap dealer but could not recover the phone. Though he made an attempt to trace out the details of the phone calls, he had also submitted an application before the Magistrate Court Pala. Mobile companies replied that the required information is not available. Admittedly, the disposition letter was issued on 26/5/17 within 5 days. PW1 withdrew her dispensation request. The old phone and SIM were allegedly abandoned and sent to her house in between these 5 days. Admittedly, the phone belonged to the congregation. If PW1 was fed up with the phone calls in connection with her dispensation letter, the better option would be to take a new SIM connection. There was no real need to abandon her old phone. But PW1's explanation is that not only did she abandon her old phone and SIM, but she also purchased a new phone and SIM connection, that too using the funds of the congregation and after taking a decision to leave the congregation. The relevant portion of her deposition is as follows. Dispensation കൊടുക്കുമ്പോൾ ഞാൻ കുറവിലങ്ങാട് മഠത്തിലായിരുന്നു. ഡിസ്പെൻസേഷൻ കൊടുത്ത ശേഷം വീട്ടിലേക്ക് പോയോ? ക്വസ്റ്റ്യൻ ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അതിനുശേഷം മഠത്തിൽ തുടർന്നു. എക്സിക്യൂട്ടീവ് P5 മഠത്തിൽ വെച്ചാണ് എഴുതിയത്. Thus, from the version of PW1, it is very much clear that she did not leave the convent after issuing P4 dispensation letter and stayed in the convent. The version of PW7 also proves that PW1 did not come to their house after issuing P4 dispensation letter. Her testimony is as follows. കത്ത് കൊടുത്ത അന്ന് തന്നെ PW1 വീട്ടിൽ വന്നു. ഞാൻ മഠത്തിലേക്ക് പോവുകയായിരുന്നു. പിറ്റേ ദിവസം എന്നാണ് ഓർമ്മ, 27/5 മുമ്പ് ആണ് പോയത്. Thus, when both PW1 and PW7 consistently states that PW1 did not go to her house after issuing P4 dispensation letter, PW1's explanation that she packed all her materials, including the mobile phone and SIM card, and sent it back to her home does not appear to be true. There is one more circumstance which establishes that PW1 did not abandon her mobile phone on May 2017. In Exhibit P8 letter, dated 11/7/2017, issued to Cardinal Mar Alanjeri, she attached the messages sent by Bishop Franco. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. Her old mobile number and her new contact number also finds a place in Exhibit P8 letter. അപ്പൊ അങ്ങനെയാണ് മൊബൈൽ ഫോൺ കളഞ്ഞു എന്ന് പറയുന്നത്. Though in Exhibit P8 letter, it is stated that the controversial messages were attached along with the letter sent to PW18. PW18 has deposed before this court that he did not receive any such messages. The said messages or its printouts are not produced before this court as well. The reference about these messages can be found in the interview given to PW4 to DW4 Abhilash Mohan. PW4's answer is that ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി പേപ്പർ പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് ഫോട്ടോ എടുത്ത് ഒരു 3-4 പ്രാവശ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നമ്മുടെ ഫോൺ ഒരു പഴയ ഫോണായിരുന്നു. അതിനകത്ത് നിന്ന് മാറ്റി നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കയറ്റി. അങ്ങനെ പല സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറ്റിയത് കൊണ്ട് പോലീസുകാരെ നമ്മളത് കാണിച്ചു. മെസ്സേജുകൾ അപ്പോൾ അവർ പറഞ്ഞത് കോടതിയിൽ അത് വാലിഡ് അല്ല എന്ന മറുപടിയാണ് നമ്മൾക്ക് കിട്ടിയത്. Very sorry state of affairs. Before confronting PW4 with the above portion of the video clip, അതായത് DW4 നോട് the interview, PW4 was cross-examined with respect to the messages. Her answers in the cross-examination was diametrically opposite to the explanation offered in the interview. Her version of the cross-examination is as follows. ബിഷപ്പ് അയച്ചു എന്ന് പറയുന്ന മെസ്സേജുകൾ ലാപ്ടോപ്പിലാക്കിയതായി എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ബിഷപ്പ് മെസ്സേജ് അയച്ചില്ല. PW1ന്റെ ഫോണിൽ 1-2 മെസ്സേജ് ബിഷപ്പ് കുറവലങ്ങാട് മഠത്തിൽ വരുന്നത് സംബന്ധിച്ച് വന്ന കാര്യം അറിയാം. PW1 had gone to the extent of saying that അന്നത്തെ മാനസികാവസ്ഥയിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥ സത്യമാണ് ഞാൻ പറയുന്നത്. In such circumstances, explanation offered by the prosecution about the missing mobile phone cannot be taken on its face value. The further argument of the prosecution that the screenshots of the text messages were taken in another phone and the said screenshots alone were handed over to PW18 in a pen drive is against the version of PW1, who has admitted that the memory card containing the messages were handed over to PW18. The relevant portion of a deposit is follows. ആ മെസ്സേജുകൾ കത്തിനൊപ്പം ആലഞ്ചേരി പിതാവിന് മെമ്മറി കാർഡിൽ കൈമാറി. Exhibit P8 and the version given by PW4 in her interview and the testimony of PW1 category proposer PW1 and her companion nuns had with them.
controversial message. We PW1 and her sisters were vigilant enough to take the printout of the controversial messages. They would not have dealt with the mobile phone in a casual manner and would not have sold the mobile phone to a scrap dealer as claimed by them. The explanation offered by PW1 and the prosecution is highly artificial and unbelievable. ഈ മെസ്സേജസ് എന്ന് പറയുന്നത് this is very important in this case. I don't know how you people think about it, but I think it is very important. Para 308. That apart, no real investigation was conducted with respect to the claim of PW1 that the new SIM connection was taken after issuing Exhibit P4 dispensation letter, that is 26/5/2017. According to PW1, the abandonment of the old phone and purchase of the new phone had taken place simultaneously. Customer details of the mobile connection would have sufficiently proved that the new connection was taken after 26/5/2017, which would have also added some credence to her version that the old phone was abandoned after taking a decision to leave the congregation. But no attempt was made to get the customer details, though an attempt was made to get the call details. Worst is the case of the laptop. Prosecutions produced MO on hard disk and claimed that the hard disk of the laptop got damaged, hence the material stored in the laptop could not be retrieved. PW1 has stated in her previous statement that the laptop belongs to her, but her version in court is that that the laptop belongs to the congregation. PW39, the investigating officer, admitted that PW1 never stated in a previous statement. PW39 has also admitted that PW1 had in fact stated in a custody statements that the laptop belongs to her. That part has already pointed out. PW4 has stated in the interview that the messages were retrieved and put in the laptop. PW13 has admitted that Exhibit P13 and P18 letters were typed in the official laptop of the congregation. Then the production of the laptop and the retrieval of the data stored therein has got some significance. PW1's version is that the official laptop of the congregation was given in a service center for repair. According to her, either PW3 or PW4 would have received the laptop from the service center. According to her, the shop owner had also handed over to them the old hard disk. As per her version, the hard disk was sent to the service center and taken back with the permission of the Mother Superior, as she was only a community member of the convent at that time. She further testifies that she had handed over the bill to the police officials. In this connection, prosecution produced Exhibit P27, photocopy of the receipt issued from Fast Track Systems Limited, as per which the laptop was serviced and a new 500 GB hard disk was installed. Receipt is dated 23/8/18. Exhibit P27 being a photocopy was not properly proved, but according to the prosecution, laptop was serviced almost 3 months after the registration of the FIR. So, investigating agency could have recovered the laptop immediately after the registration of the FIR, but that was not done. Now, we'll go to page 186. Communication between PW1 and the accused after incident. Defense has produced Exhibit D10 series emails. ഇതിനൊക്കെ 65B certification ഉണ്ട്. Sent by the victim to prove that the relationship between the accused and the victim were friendly even after the alleged sexual violence. Exhibit D10B email sent on 16/2/16 reads following. Dear Lordship, good afternoon. Now I understood how much love and concern you have for you are too late to update. Just now I have seen and replied you. How is your health, work, vision, etc. Take care of MJs too, who is in and out. I mean those who are out for studies. Praying for you. Thank you. The above email is in reply to the email sent by the accused on 13th February 2016. Email of the accused reads as follows. Oh my dear, only today I saw the pictures. Beautiful. Please reply when you see this mail. Thank you. The language used in the mails are neither formal nor official. These emails definitely give an insight into the relationship between the accused and the victim. The picture of a tyrannical, vengeful person is not revealed from these mails. Exhibit D10E email dated 29/3/2016 would show that the victim had forwarded an article about Bishop Symphorian Kiprath to the accused for correction. The reply email sent by the accused would show that the necessary corrections and redrafting were made as requested by PW1. The said article finds a place in Exhibit P2578. The article were separately marked as Exhibit D58. Exhibit D10 series emails would prove that the relationship between the accused and PW1 very friendly, cordial at least till March 2016. Then page number 187. 190. 190. Discussion of the events and programs participated
participated by PW and the accused on the next day after the sexual violence. I think you are seeing that. According to the prosecution, third incident happened on 11/7 at 10 p.m. Defense point out that on the very next day, that is PW1 had gone with the accused and started a function. PW1 was confronted with exhibit P34 Chronicle. She admitted that she and sister Leona went out of the Bishop Franco to attend the Golden Jubilee celebration of Father Matthew Nilappana. The fourth incident, അതായത് 11-ാം തീയതി ബലാത്സംഗം 11-ാം തീയതി രാത്രി ബലാത്സംഗം ചെയ്തു, 12-ാം തീയതി രാവിലെ പുള്ളിയുടെ കൂടെ പ്രതിയുടെ കൂടെ പോയി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അതിന് തെളിവുണ്ട്. ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ഓഫ് ഫാദർ മാത്യു നിലപ്പന അദ്ദേഹത്തിന്റെ കൂടെ അറ്റൻഡ് ചെയ്തു. Fourth incident was on, നാലാമത്തെ ഇൻസിഡന്റ് ഓഫ് റേപ്പ് was on 5/1/2015. PW has admitted that she went to Kannur with the bishop. 5-ാം തീയതി ബലാത്സംഗം, 6-ാം തീയതി ബിഷപ്പിന്റെ കണ്ണൂർ പോയി and returned to the convent on 9/1. She was asked about her stay at Kannur. She replied that there are 2 convents at Kannur. She and bishop might have stayed at any one of the convents. Fifth incident is on 15/1. It is admitted that on 19/1, Golden Jubilee celebration of the bishop was held at St. Francis Mission Home. PW admits that she was in charge of the function. The function was attended by Pala Bishop and many other priests and general public. The function was a grand success. Sixth incident was 22/4/2015. PW admits that from 8/4/2015 to 19/4/2015 she was in Punjab. It is also admitted that on 21/4/2015 she was in Trichy to attend the Jubilee celebration of the accused. According to her, on 23/4/2015, accused took his breakfast at the convent. A friend of the bishop from Switzerland had also stayed at the convent on 24/4/2015. On 23/5/2015, she along with sister Leona went to the Jubilee celebration of the bishop's batchmate at Changalam. These inputs definitely established that prior to the alleged incident on 22/4 and subsequently as well, the victim had close interactions with the accused. Next incident was on 22/5/2015. PW1 admits that on 25/2015, PW1 and sister Aisha went to Kannur and returned to convent along with the accused on 22/5. P34 Chronicle would show that on 23/5, PW1 and the accused along with sister Leona attended the house blessing ceremony of sister Tassi and first Holy Communion of her cousin. Then we'll go to page number 206. Delay and the impact on the prosecution. The legal issues of delay have no longer become in prosecution relies on Dildar Singh versus State of Punjab. 2006-10 SEC 510. The court has observed in several occasions that the courts cannot overlook the fact that in sexual offences, delay in the lodging of FIR can be due to a variety of reasons, particularly the reluctance of the prosecutors or family members towards the police and complain about the incident, which concerns the reputation of the prosecutors and honor of her family. A girl in a tradition-bound, a non-permissive society would be extremely reluctant even to admit that any incident which is likely to reflect upon her chastity had occurred, being conscious of the danger of being ostracized by society, etc., etc. That is the decision in favor of the prosecution. That is first decision. Delay has the effect of putting the court on guard to search if any. Last sentence. Or if any has the effect of putting the court on guard to search if any explanation is offered for the delay, and if offered, whether it is satisfactory. That is the ratio decidendi of the decision. അതായത് ദിൽദാർ സിംഗ് 2006-10 SEC 531. അതായത് സെക്ഷൽ ഒഫൻസ് കേസസിനകത്ത് ഡിലേ എങ്ങനെ കൺസിഡർ ചെയ്യണം, ഡിലേക്കുള്ള എക്സ്പ്ലനേഷൻ റീസണബിൾ ആണോ ഇല്ലയോ. See the last sentence. Delay has the effect of putting the court on guard to search if an explanation has been offered for the delay, and if offered, whether it is satisfactory. Those are those decisions. We will come to that. Then we will go to page number 221. I'm just skipping many of the matters. Only coming to the relevant point. We are going to 220, 221.
Finding in Exhibit P57 report. In this connection, the findings in P57 inquiry report is relevant. The report was marked PW22 was member of the committee. It is stated in the report that the family members of family members of PW1 and father of PW4 and the mother and sisters of PW3 forcefully entered the convent's parlor, shouting and howling, and abused the accused and Father Anthony Madasheri with all types of vulgar language and threatened to kill them if they came to Kerala. It is also stated in the report that PW1's brother advanced towards Sister Amala and tried to beat her and snatched her file and phone. Abuse was showered at Sister Maria's brother, saying that he is the one who is ruling the community. They insulted Sister Taisi and cursed her, saying that she had no concern for human value. PW22 has deposed that when Amala told the victim that she is creating all this trouble, fearing disciplinary action on the complaint of Jaya, PW1 walked out of the inquiry without offering any explanation. The Exhibit P57 is a document marked by the prosecution. Okay, prosecution cannot wriggle out of the findings made by the committee constituted by the Mother Superior to inquire into the grievances of the nuns. The report follows as follows. Report of meeting with sisters. X asked about the police case report. X blamed Bishop Franco by saying that he is ruling the congregation and playing games behind curtain. Complaints from sisters were that the community timetable was made without discussion. Sisters not getting calls from house. Smartphone with Mr. C not in common place. Locking the rooms. Visitors room turned into kitchen storeroom. Common phone with Sister Encina. No community meeting is held and not providing pocket money in time. Even to buy the common things, no money is given, neither she buys the things. To get money for medicine, sisters has to walk behind her. Again, we persuaded X to sit down and talk to us. See, Exhibit 57 is a report against PW1. Sister Virgin and Sister Mela met personally. X എന്ന് പറയുന്നത് PW1 We asked her why all this behavior happening from you. She said that she has no problem with the congregation but with Bishop Franco. Then we asked her that both of you are very close friends and what happened now. You were the advisor to bishop, and even in all appointments, sometimes even overruling the appointments done by the council. Then why and how did it happen now? This type of anger and revenge. Then we explained to her on many occasions we felt that Bishop Franco was supporting you. When we went to him without problems, even regarding Jaya's letter, he was very supportive of you. He objected and defended you, telling that the letter is only a lie. At this, except that Bishop was supporting her when congregation was not supporting her. She asked us that is why you do not go to the Bishop Franco for decisions and why he is interfering with the matters on the congregation. As a general counsellors, we told her that discussions were made by Sister Regina. No, that is the report. I'm not reading the entire report. We will go to page number 224. Evidence of PW22 also proves that PW1 and her sisters were staying in the convent as a group. They did not participate in the day-to-day affairs of the convent. Conclusions, 375. Para. From the foregoing discussions, it can be gathered that the sexual allegations against the accused started coming after the initiation of the disciplinary proceedings against PW1 on the basis of the complaint preferred by PW16. This requires double reading. So this is the crux of the reason which prompted the learned session judge to come to the conclusion. From the foregoing discussion, it can be gathered that the sexual allegations against the accused started coming after the initiation of disciplinary proceedings against PW16 on the basis of the complaint referred to PW16. The PW16 പരാതിക്ക് മുകളിൽ ഉണ്ടായ ഒരു പരാതി ഒരു എൻക്വയറിക്ക് ശേഷമാണ് ഈ ബലാത്സംഗം അതായത് സെക്ഷൽ വയലൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി വന്നത്. Then we will go to 228. Page number 228.
അജിത് കുമാർ സാറിന്റെ കമ്പ്യൂട്ടറിൽ എന്തോ സാങ്കേതിക തടസ്സം വന്നു ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഉടനെ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ ജോയിൻ കാണാൻ ചെയ്തിട്ടുണ്ട്. പറ്റുന്നുണ്ടോ? തുടരാൻ സാർ, കാണാം. കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഉണ്ടോ? ഇല്ല, ഓക്കെ. വീഡിയോ ഉണ്ട്, ഇപ്പൊ വന്നു, ജസ്റ്റ് വന്നു. വെരി സോറി കേട്ടോ, എന്റെ മൊബൈൽ ഒന്ന് ഷട്ട് ഡൗൺ ആയി. വെരി സോറി. ജഡ്ജ്മെന്റ് കാണുന്നില്ല. ഷെയർ അല്ല, ജഡ്ജ്മെന്റ് ഷെയർ ചെയ്യാം പ്ലീസ്. ഓക്കെ. ഒരു സെക്കൻഡ്, കൈൻഡ്ലി ബെയർ വിത്ത് മീ ഫോർ എ മിനിറ്റ്. I was already sharing you this judgment. Very sorry, I should have been more careful. We are on page number 228. Okay. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. Sole testimony of the rape victim, paragraph number 380. Now the question remains is whether solitary evidence of PW1 can be believed. Wahid Khan versus State of State 2010 to SEC 2. It was held that thus in a case of rape, testimony of the prosecutor stands at par with that of an injured witness. It is not necessary to insist for corroboration if the evidence of the prosecutrix inspires confidence and appears to be credible. That's the point. അതാണ് അതിന്റെ റേഷ്യോ ഡിസെന്റ്. അതായത് ഒരു ബലാത്സംഗ കേസിനകത്ത് പ്രോസിക്യൂട്രിക്സിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചോർഡ് സാക്ഷിയുടെ പോലെയാണ്. അതിന് വേറെ കൊറാബറേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ then it should inspire confidence and appear to be credible. 2010 SEC 9. Then again another decision he quotes, judge quotes Manga Singh. The conviction can be sustained on the sole testimony of the prosecutor if it inspires confidence. Conviction can be based solely on the testimony of the, and no corroboration be required unless there are compelling reasons which necessitate the court to insist for corroboration of a statement. Corroboration of the testimony of the prosecutor is not a requirement of law, but a guidance of prudence under the given facts and circumstances. Minor contradictions or small discrepancies should not be a ground for throwing the evidence of the prosecutor. Then the third decision, to hold an accused guilty for commission of offense of rape, solitary evidence of the prosecutor is sufficient. Provide the same inspire confidence. And the fourth one is also, they are true that in case of rape, the evidence of the prosecutors must be given predominant consideration. But to hold that this evidence, see this, but to hold that, this is the point. It is true that in a case of rape, the evidence of the prosecutor must be given predominant consideration. But to hold that this evidence has to be accepted even if the story is improbable and believed. അതായത് സാധാരണ ബോധത്തിന് നിരക്കാത്തതോ യുക്തിക്ക് നിരക്കാത്തതോ ആണെങ്കിൽ പോലും അത് വിശ്വസിച്ചു കൊള്ളണം എന്നില്ല. It is true that in a case of rape, the evidence of the prosecutors must be given predominant consideration, but to hold that this evidence has to be accepted even if the story is improbable and belies logic would be doing violence to the very principles which govern the appreciation of evidence in a criminal matter. Very important. Tamasuddin alias Tamu versus State of Then Raja and others, 2016. This court and Raju, while reiterating that the evidence of prosecuting case of rape, molestation, and physical outrages is to be construed to that of injured witness, so that no corroboration necessary, ruled that an accused must also be, ruled that the accused must also be protected against false implication. It was underlined that the testimony of the victim in such cases, though commands great weight, but the same cannot necessarily be universally and mechanically accepted to be free in all
embellishment exaggeration. It was ruled that the presumption of absence of consent of the victim where sexual intercourse by the accused is viewed as contemplated under Section 114 of the Evidence Act was extremely restricted in its application compared to the supine presumption under Section 113A and 113B of the Act. It was exposited that insofar as the allegation of rape is concerned, evidence of the prosecutor must be examined as that of a injured witness, as that whose presence at the spot is probable can never be presumed. That a statement should always, without exception, be taken as gospel true. Abhivajanam pole adu സ്വീകരിച്ചുകൊള്ളണമെന്നില്ല. That's what it says. Then the concept of a sterling witness. Vibu versus State. 2012 SEC. In our considered opinion, sterling witness. Who is a sterling witness? Sterling witness should be one of very high quality and caliber, whose version should therefore be unassailable. Then, what would be more relevant would be the consistency of the statement right from the starting point till the end, namely at the time when the witness makes the initial statement and ultimately before the court. The initial statement ultimately before the court. It should be natural and consistent with the case of the prosecution. So that is, if the statement in the FIS goes against the deposition of the court, or the statement in the FIS and the 164 is totally absent as to very significant and material aspects, then this decision, Debo versus State. So these are the decisions. Then I'm not taking you to all the decisions. Now we will go to page number 235, last sentence. Before that, kindly, he highlight where it is not feasible to separate truth from falsehood, because grain and chaff, അതായത് നെല്ലും പതിരും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയാൽ എന്ത് ചെയ്യണം? May be true, may not be true. That's the point. See, the only available course to be made is to discard the evidence in toto. Where in the same number. Now this court will analyze the story, create it. Adinadeham first number one. PW 3-4, the revelation was that Bishop is forcing her to share the bed with him. She did not disclose to them that she was subjected to sexual violence on 13 occasions. Point number one. Point number two. She did not mention P4 dispensal letter 2617 that she was subjected to sexual violence. Her version to PW6. I'm going to begin a meeting. Her version to PW6, Bishop Kurian Valyagandathil was that accused is taking retaliatory measures for not sharing bed with him, and not that she was raped or sexually abused. Exhibit P8 letter given to PW18 Cardinal Mar Alangeri. See, this is very important. The grievance was that she was unable to tolerate the dealings of Bishop directly through phone calls and messages made. Then, her grievance was that the accused had used vulgar words with sexual tones in messages. In cross-examination, she admitted that she had no direct knowledge about some of the allegations made in XP. She specifies in the letter that she cannot reveal the matter in detail and that she wanted to meet PW18 and discuss. Okay. Then fifth point, in Exhibit P13 letter sent to Cardinal Mark on 14/5, her version was that the accused abused her for the first time on Anjay. It was also stated that the said letter that the abuse continued for several days, but it is not specified that she was raped on 13 occasions. Exhibit B20 complaint given to the district police chief as version is an offence under section 376 was committed. No other detail was submitted. In Exhibit P1 FA, she did not disclose about penile penetration. Her version was that accused inserted fingers into the vagina. He attempted to thrust his sexual organ into her mouth and that she was forced to hold his sexual organ. The original version before PW21, the doctor was that there is no history of penetrative sex. This one. Her original version before PW21 examines her after her FIS and 164. Subsequently, that entry, subsequently, that entry was struck off. അതായത് ആദ്യം ഡോക്ടർ അടുത്ത് പറഞ്ഞിരിക്കുന്നത് there is no history of penile penetration എന്ന് പറഞ്ഞിട്ട് ആ എൻട്രി സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കും. Even in the other portion of the history narrated PW1, there is no allegation of penile penetration. And in her additional statement and 164 statement, her version was that she was subjected to forcible sexual intercourse.
including penile penetration on 12 occasions, and there was only fingering on the first occasion. These inconsistent versions at different point of time to pose questions. See. Okay. These inconsistent versions at different point of time to different persons pose questions on her credibility. Then the following circumstances: exhibit D10 email, exhibit D series, D11 series photograph, D7 DVD, then P34 chronicle. So now we have come to the last page. I am not reading the entire judgment. Then exhibit P57. So many other things. So therefore, so now, according to me, this is a judgment where there is only evidence of PW1. Now, true, she is a rape victim. So the general rule that is now adopted by the courts is evidence of a uncorroborated testimony of the prosecutrix of a rape victim shall be generally accepted. But it has to be consistent, and it should not have infirmities. So now we have gone through the entire evidence, the entire thing. So therefore, purely from the legal point of view, being lawyers. So therefore, the evidence of PW1 itself is shattered on several occasions, on several points. I need not repeat on each and everything. So if the evidence of PW7, first thing is the doctor's evidence. Doctor's evidence now. So ഇതിനൊക്കെ വേണമെങ്കിൽ we can say അതൊരു ലേഡിയാണ്, നണ്ണാണ്, അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞില്ല, പറയാൻ പറ്റത്തില്ല, വെളി പറഞ്ഞ നാണക്കേടാണ്. Okay, you can say that. But the law will have to, but she look it at a different point of view. That is because she has. Then there is a report, exhibit P57 report, P57 inquiry report. The most important thing that probably propels the judge to come to this conclusion seems to be PW16. PW16 is a prosecution satya. Yeah. She comes up with an allegation that PW1, this lady has a sexual relationship with her husband, who is a Supreme Court lawyer. She submits a complaint, and that complaint is inquired into. And in that inquiry, so therefore, and it is only after, we are not interested, we are not on the question whether PW1 is a good lady or a bad lady. That is none of our business. As lawyers, we need not think about those aspects. What we need to think is, now it is an established fact that the complaint of sexual harassment or sexual violence or complaint against the accused, the judgment പറഞ്ഞിരിക്കുന്ന facts correct ആണെങ്കിൽ complaint against the accused generated only after PW16's complaint. That's a very, very serious point. I think that I don't know whether any of you will agree with me, but one thing I would like to say that had it been a case where I'm opening this for your discussion, for everybody's, because all of us are lawyers. Suppose the accused is not a bishop. Just consider. So സാധാരണക്കാരൻ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു കൂലിപ്പണിക്കാരനോ ഒരു ബസ് കണ്ടക്ടറോ ഒരു സെക്രട്ടറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ എല്ലാം ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ആണ്, സാധാരണക്കാരനാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ക്രിയേറ്റഡ് സച്ച് എ സെൻസേഷൻ ആൻഡ് എ ഫാൻഫെയർ. സപ്പോസ് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. അതൊന്നും ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ what do you think of this evidence? This evidence is hopeless. What about the mails that she has sent to him, where she is saying that he is a nice person, immediately after the 13 occasions of rape? So unless we, so the question is, the question is not whether the sexual intercourse, if any, that has taken place between the parties is with consent or without consent.
നമ്മളത് അറിയേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. വി ഹാവ് നോ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദോസ് തിങ്സ്. ബട്ട് ദ പോയിന്റ് ഫോർ ഡിറ്റർമിനേഷൻ ഈസ് whether the case that is put up, that this lady was subjected to repeated rape on 13 occasions for a long period of time, running from 2013 to 2016. 3 വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തു. That also only because he happens to be the head of the congregation and that he had spiritual authority over her, spiritual and administrative authority over her. That evidence cannot be, it appears to be rather far-fetched. This is my view. I would like to have other persons to join that. I am concluding that. This is my analysis of the judgment. I don't know. We are not on the question whether the appellate court is going to set aside this judgment or affirm this judgment. That is none of our business. Because we are not judges. We are only lawyers. So let the apex court do whatever it wants. But that's a different aspect. Because we are not the appellate court. We are only lawyers looking into this judgment. So on the facts, I don't think that the judgment is a bad judgment. Merely because an acquittal in a rape case proceeds on an acquittal is on a rape case, it does not mean that it is a bad judgment. And on the contrary also true. Merely because a rape judgment is a conviction judgment does not mean that it is a good judgment. Because we are lawyers and so therefore whenever we speak we will have to be aware of the situation that we are always subjected to our own perceptions, senses about a fact and issue. So therefore we will have to cut out all that away and then be pointed towards the subject we are discussing. We have to be very, very objective, not subjective. So now let us open a discussion. Thank you, sir. പാർട്ടിസിപ്പേറ്റിന് സാറിൻ്റെ കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഞാൻ ക്വസ്റ്റ്യൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു ക്രിട്ടിക്കലി അനലൈസ്. ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. ഐ വുഡ് ലൈക്ക് ഹൗ പീപ്പിൾ ലുക്ക് അറ്റ് ദിസ് ജഡ്ജ്മെന്റ്. നൗ വി ഹാവ് എൻറ്റയർലി റെഡ് ദി ജഡ്ജ്മെന്റ്. എന്നിട്ട് നമ്മളത് കറക്റ്റ് ആയിട്ട് ഡിസെക്ട് ചെയ്തു. ഓക്കെ. സോ കൈൻഡ്ലി കം ഔട്ട് വിത്ത് വ്യൂസ്. സോ ഈ ജഡ്ജ്മെന്റിലെ ഈ മൊബൈൽ ഫോൺ അബാൻഡൻ ചെയ്ത്, അപ്പൊ ഈ മൊബൈൽ ഫോൺ ഒരു കീ റോളായിട്ടും ഒരു സസ്പെൻസിലും അതിന്റെ കാര്യം എന്താണ് സർ? അത് ഒന്ന് ക്രിട്ടിക്കലായിട്ട് നമ്മൾ ആ മൊബൈൽ ഫോണിനെ പറ്റിയുള്ള പാരഗ്രാഫ് വായിച്ചല്ലോ. അവർ ആദ്യം പറയുന്ന മൊബൈൽ ഫോൺ അവരെ കോൺഗ്രിഗേഷണൽ എക്സിബിറ്റ് P4 ലെറ്റർ പ്രകാരം പോയി അവിടെ നിന്ന് വിടുതൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോഴത്തേക്ക് ആ മൊബൈൽ ഫോണും സിം കാർഡും ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ആ വെർഷൻ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത മൊബൈൽ ഫോണിൽ നിന്നുള്ള മെസ്സേജസ് പിന്നെ എങ്ങനെ ലാപ്ടോപ്പിൽ കയറും? പിന്നെ എങ്ങനെ ബിഷപ്പിന് കൊടുത്ത പരാതിക്കകത്ത് ഈ മെസ്സേജസ് എല്ലാം കൂടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതെടുത്ത് കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ മറ്റേ PW4 ഏതൊരു സാക്ഷി പറയുന്നുണ്ടല്ലോ, അതിനകത്ത് അത് വേറെ ലാപ്ടോപ്പിൽ കയറ്റി, അത് കഴിഞ്ഞിട്ട് വേറെ പെൻഡ്രൈവിൽ കയറ്റി, പെൻഡ്രൈവിൽ നിന്ന് വേറെ ലാപ്ടോപ്പിൽ കയറ്റി, അങ്ങനെ പല സ്ഥലത്തോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് പോലീസുകാരുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഇതൊന്നും കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതിനെപ്പറ്റി എത്ര വർഷമായി ഇപ്പം? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജസ് ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് ക്വസ്റ്റ്യൻ ഈസ് വി ഡോണ്ട് നോ വിനു, നമുക്കത് അറിയത്തില്ല. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചൂടെ? ഈ മനഃപൂർവ്വം ഈ മെസ്സേജ് കൊണ്ടുവരാത്തതാണോ? പ്രോസിക്യൂഷന് ഫേവർ ആയിട്ടുള്ള എവിഡൻസുകൾ എടുത്തിട്ട് അതിനെതിരാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലേ? അതെ. ഇപ്പൊ അതിനകത്ത് ഉദാഹരണം ഇപ്പൊ വിനു വിനായകൻ പറഞ്ഞു അതിനകത്ത് PW16 ജയ അവര് കോടതി വന്നിട്ട് എന്നതാ പറഞ്ഞേ? അതങ്ങനെയല്ലല്ലോ സത്യം. ആ റിപ്പോർട്ട് എക്സിബിറ്റ് P57 റിപ്പോർട്ടും അതല്ലല്ലോ. അതെ. അപ്പൊ അതങ്ങനെ ശരിയാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു കാര്യം ആലോചിക്കുക. സാധാരണ ഒരു കപ്പലിന്റെ കച്ചവടക്കാരനോ വല്ലതും ആണ് ഇതിനകത്ത് പ്രതിയെന്ന് വിചാരിക്കൂ. ഫ്രാങ്കോ ആണെന്നുള്ളത് മാറ്റി നിർത്തൂ.
ഒരു കോൺവെന്റിലുള്ള ഒരു നണ്ണാണെന്നുള്ളത് മാറ്റി നിർത്തൂ, സാധാരണക്കാരനായിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുള്ളത് വിചാരിക്കും. അങ്ങനെയാണെന്നുള്ള അപ്പൊ ഞാൻ പറയുന്നത് ഈ സെൻസേഷനൊക്കെ ഇതിൽ നിന്ന് ചീവി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദേർ ഇൻ ദ ജഡ്ജ്, വാട്ട് ഈസ് ദേർ ഇൻ ദ ഫാക്ട്സ്? ആ മൊബൈൽ ഫോൺ അത് പ്രോസിക്യൂഷൻ വളരെ ഫെയ്റ്റൽ അല്ലേ ഇത്? അതെ. ആൻഡ് ദാറ്റ് എക്സ്പ്ലനേഷൻ അപ്പിയേഴ്സ് ടു ബി വെരി വെരി ഭയങ്കര അൺകൺവിൻസിങ് ആയിട്ടിരിക്കുന്നു, ഒട്ടും റിലയബിൾ ആയിട്ട് തോന്നുന്നില്ല. അതെ. ഇപ്പോഴും ദിലീപ് കേസിലും മൊബൈലാണ് സർ താരമായിട്ട് നിൽക്കുന്നത്. ദിലീപ് ആന്റിസിപ്പേറ്ററി വേ. നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. അതെ സർ, അത് പോയിട്ട് ഈ പ്രോസിക്യൂഷൻ PW16 ജെ പിന്നെ ഇട്ടത്, അപ്പൊ ജെയുടെ കോടതിയിലുള്ള ഇത് ഇവർക്ക് എതിരായിട്ടല്ലേ വരുന്നത്? അതാണ് ഞാൻ പറയുന്നത്, PW16 ജെ ഇട്ടത് ഒരു വിൻഡോ ഡ്രസ്സിംഗ് അല്ലേ? ആ, they just wanted to show to the court that they are very fair and they have not suppressed or kept away from the court anything. അത് അങ്ങനെ അതിനു വേണ്ടി ഒരു വിൻഡോ ഡ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ? It's actually window dressing. From the way it was projected, actually PW16 should have come as a defense witness. And the report exhibit P57. yes. സർ, എൻ്റെ പേര് സന്തോഷ് ഡാനിയൽ എന്നാണ്. Yes sir. ഈ സ്റ്റെർലിംഗ് വിറ്റ്നസ് എന്ന കൺസെപ്റ്റ് ഈ റേപ്പ് വിക്ടിമിനെതിരെ ഉപയോഗിക്കുന്നത് ഒരു പ്രൂഡൻസ് ഇല്ലായ്മ അല്ലേ സാർ? അത് ഒരു മോഷണ കുറ്റത്തിലോ ഒരു അടിപിടി കേസിലോ എല്ലാം എനിക്ക് എല്ലാ നെറ്റിഗ്രിറ്റിയും ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ബട്ട് റേപ്പ് വിക്ടീമിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നത് അത്രയും വ്യക്തമായ എല്ലാ ഇൻസിഡന്റും ക്രോണോളജിക്കലി എക്സാക്ട്ലി സെയിം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് സ്റ്റെർലിംഗ് വിറ്റ്നസ് എന്ന കൺസെപ്റ്റ് റേപ്പ് കേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു അപാകതയല്ലേ എന്നാണ് ചോദ്യം. അതല്ല, ഈ കേസിനകത്തുണ്ടായ സംഭവമല്ലേ, ഈ കേസിനകത്ത് ഒരു 13 ഇൻസിഡന്റ് പറയുന്നില്ലേ? ഒരു അറ്റ് എ ടൈം അല്ലല്ലോ, 13 ഇൻസിഡന്റ് 13 ദിവസങ്ങളിലായിട്ടും. അതിനകത്ത് സ്റ്റാർട്ടിങ് ഓഫ് ദ ഇൻസിഡന്റ് നോക്കൂ, ഈ ഗസ്റ്റ് റൂം നമ്പർ 20 ഈ സംഭവം നടക്കണേ. ആ റൂം എന്ന് പറയുന്നത് ബിഷപ്പിന്റെ മുറിയല്ലേ? ഇവര് ആ മുറിയിലോട്ട് വരികയല്ലേ? അതിനൊക്കെ അവര് മറുപടി പറയുന്നുണ്ടല്ലോ സാർ. അല്ല, അതിനകത്ത് 5-ാം തീയതി ഓക്കെ, 5-ാം തീയതി ആദ്യത്തെ ദിവസം അങ്ങനെ അവര് മറ്റേ ക്യാസൊക്കെ ആൻ ചെയ്ത് കിച്ചണില് ക്യാസൊക്കെ ആൻ ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറ്റിയതാണെന്ന് പറയാം. മറ്റേ ഈ കണക്ക് ജനറൽ റിപ്ലൈ അവർ പറയുന്നുണ്ട്, ഒരു ജൂനിയർ സിസ്റ്റേഴ്സിന് അവിടെ എൻട്രി ഇല്ല എന്നൊരു ഇടത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ല, ആദ്യത്തെ ദിവസം 5-ാം തീയതി അവര് റേപ്പ് ചെയ്തല്ലോ, ഫസ്റ്റ് ഇൻസിഡന്റിൽ അവര് റേപ്പ് ചെയ്തല്ലോ. അതെ, പിന്നെ തന്നെ രാത്രിയോടെ പോകുന്നത്, പിന്നെ 12 വർഷം എന്തിനാ പോകുന്നത്? അത് പ്രത്യേകിച്ച് ആരും ഇല്ലാതെ, കൂടെ ആരും ഇല്ലാത്തപ്പോ. അതുകൊണ്ട് ആ ഡിഫൻസ് പ്രത്യേകിച്ച് അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഈ കിച്ചന്റെ കണക്ക് കാണിക്കാൻ പോയി എന്നാണല്ലോ വാദിയുടെ കേസ്. വാദിയുടെ കേസ് രാത്രി കിച്ചന്റെ കണക്ക് കാണിക്കുക. പക്ഷെ കിച്ചന്റെ കണക്ക് എവരുടെ ഇല്ലല്ല, സിസ്റ്റർ ലിയോണയുടെ ഇല്ല, അവര് ഉറങ്ങി. അപ്പൊ ഒന്നിൽ അവരെയും വിളിച്ചോണ്ട് പോകണം, അവരെ വിളിച്ചോണ്ടത്തി അവരെയും വിളിച്ചോണ്ട് പോകണം. എല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലേ കണക്ക് കാണിക്കണ്ടേ? അപ്പൊ പിന്നെ ഇനി അഥവാ ഒരുപക്ഷെ ആദ്യത്തെ സംഭവം ഒരുപക്ഷെ കൺസെന്റോടുകൂടി എല്ലാം സംഭവിച്ചെന്നിരിക്കട്ടെ, ആദ്യം പറ്റിപ്പോയി. then why you are going into the room again and again? I don't know. അതായത് നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റേ പറയുന്നത് എന്താ, അസ്ത്രം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അങ്ങനെയുള്ള ജനറലൈസേഷൻസ് ഒന്നും ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈസ് ഇറ്റ് സേഫ്? കാരണം once you are convicted, once the court passes a judgment, it can only lead to one sentence, അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അത് കൺവിക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെയിൽ പോലും കിട്ടാത്തൊരു ഒഫൻസ്, ബെയിൽ പോലും കിട്ടാത്തൊരു ഒഫൻസാണ്. ജസ്റ്റ് ഇമാജിൻ.
അതിനകത്ത് ഞാനിപ്പം ഇപ്പൊ ഈ എവിഡൻസ് ഇത്ര എവിഡൻസ് ഇത്ര ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ടു ബി വെരി ഫ്രാങ്ക് കേട്ടോ. നമ്മളിപ്പോ ജഡ്ജ്മെന്റ് നല്ലതുപോലെ ഡിസെക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ ഇത്രയും പേപ്പറിലും മറ്റുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഇതിനകത്ത് ഈ മൊബൈൽ ഫോണിലൊക്കെയുള്ള എക്സ്പ്ലനേഷൻ, വാട്ട് ഈസ് എക്സ്പ്ലനേഷൻ? പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വെച്ചാൽ ഈ PW16 പരാതി വന്നതിന് ശേഷമാണല്ലോ ഇവർ പുറത്തു വരുന്നത്. എൻക്വയറി വന്നതിന് ശേഷമല്ലേ, അതുവരെ എവിടെ പോയിരുന്നു? പിന്നെ ഈ ഇതിൽ ഏറ്റവും രസം വെച്ചാൽ ഈ ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് ആരെങ്കിലും മെയിൽ അയക്കുമോ? മാനസികമായിട്ട് വെറുപ്പുണ്ടാവൂലേ? Can you say that those mails were sent by her because he compelled her to give the mail? അല്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഒരു ID ക്രിയേറ്റ് ചെയ്ത് അയച്ച മെയിലാണെന്ന് ഒരു കണ്ടക്ഷൻ വേണം പ്രോസിക്യൂഷൻ. അങ്ങനെ ഇല്ലല്ലോ. ആ മെയിൽ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഷി അഡ്മിറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഹർ മെയിൽസ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം വേറെ ആളുടെ പേരിൽ നമ്മളൊരു മെയിൽ ID ഫോൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് മെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? അങ്ങനെ ഒരു കേസ് ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു കേസിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ആലഞ്ചേരി പിതാവിന്റെ മൊഴിയാണ് എതിരായതെന്നാണ് എനിക്ക് എന്റെ തോന്നുന്നത്. ആലഞ്ചേരി പിതാവിനോട് അവർ പറഞ്ഞിരുന്നു ഇത്രേ, പക്ഷെ അദ്ദേഹം അത് കോടതിയിൽ സമ്മതിച്ചില്ല. എന്ന് പക്ഷെ അങ്ങനെ നമുക്ക് പക്ഷെ കോടതിയിൽ അവര് പറഞ്ഞൊരു മൊഴിയല്ലേ ഇമ്പോർട്ടന്റ്. ആലഞ്ചേരി പിതാവ് പറഞ്ഞ മൊഴിയല്ലേ കോടതിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. പിതാവ് പറഞ്ഞ മൊഴിയിൽ എടുക്കാൻ പറ്റും. Can you say that? അതെ, അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കേസ് ഇല്ല. നമ്മളിപ്പോ അത് വായിച്ചല്ലോ, സമ്മതിച്ചില്ല. അതാണ് നമ്മളെ ജഡ്ജ്മെന്റ് ഇപ്പൊ വായിച്ചപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മൊഴിയില്ല. അദ്ദേഹത്തിന് മൊഴിയില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു എങ്ങനെ പറയാൻ പറ്റും? പിന്നെ വെറുതെ നമുക്ക് ഒരാൾക്കെതിരെ നമ്മൾ ചുമ്മാ ഒരു അലിഗേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു അലിഗേഷൻ പറയണമെങ്കിൽ അതിന് മെറ്റീരിയൽസ് വേണം. പാലഞ്ചേരി പിതാവ് മനഃപൂർവ്വം ഈ സഭയുടെ പേര് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ കള്ളം പറഞ്ഞതാണ് എന്ന് ഒരു കോടതി കണ്ടെത്തണമെങ്കിൽ അതിന് മെറ്റീരിയൽസ് വേണ്ടേ? ചുമ്മാ ഒരു മെറ്റീരിയൽസ് ഇല്ലാതെ ഒരു കോടതിക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ പോലീസ് ഇപ്പൊ നമ്മുടെ പ്രതികൾക്കൊക്കെ അടി കൊടുക്കും, നമുക്കറിയാം. അടി കൊടുത്തിട്ടാണ് 27 റിക്കവറി ഒക്കെ നടന്ന് കൊണ്ടുവന്ന് ആദരിക്കണം. ചുമ്മാ ഒരു കോടതിക്ക് പറയാൻ പറ്റുമോ പോലീസ് അടിച്ചു എന്ന് പറയാൻ പറ്റുമോ? തെളിവ് വേണ്ടേ? പ്രതി എങ്ങനെ പറയുന്നു, പ്രതിയുടെ 330 പറയുന്നു പ്രതിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു, അതുകൊണ്ട് അത് സത്യമാണ് എന്നൊരു കോടതിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ കോർട്ട് ഓഫ് ലോ. ദാറ്റ് ഈസ് വൈ ആ സബ്ജക്ട് തന്നെ നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇൻ ദി ഐ ഓഫ് ലോ എന്നാ പറഞ്ഞത്. ജഡ്ജ്മെന്റ്, ഫ്രാങ്കോസ് ജഡ്ജ്മെന്റ് ത്രൂ ദി ഐ ഓഫ് ലോ. ദാറ്റ് ഈസ് വൈ അത് ആ ജഡ്ജ് നമ്മൾ ആ അനാലിസിസ് അങ്ങനെ ഇട്ടതിന്റെ കാരണം തന്നെ അതാ. നിയമത്തിന്റെ കണ്ണി കൂടെ നോക്കൂ എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം നമ്മൾ എത്രയോ പ്രതികളെ അടിച്ചിട്ടാണ് പോലീസ് കൊണ്ടുവരുന്നത്. ശരിയാണത്, അവർ പറയുന്നത് സത്യവുമായിരിക്കും. പക്ഷെ ഒരു കോടതിക്ക് അത് പറയാൻ പറ്റുമോ? 27 റിക്കവറിയിൽ ഈ കത്തി കൊണ്ട് പോലീസുകാർ തലേദിവസം വീട്ടിൽ ഉത്തരത്തിന്റെ അവിടെ കൊണ്ട് വയ്ക്കും. സത്യമായിരിക്കും. പോലീസുകാർ തലേദിവസം വരുമ്പോഴത്തേക്ക് സ്ഥലം നോക്കാൻ വരുമ്പോഴത്തേക്ക് മാസ്റ്റർ എഴുതാന്നുള്ള വ്യാജന അവിടെ ഒരു കത്തി കൊണ്ട് വെച്ചിട്ടാണ് പോണത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണ് നടന്നതെന്ന് ഒരു ജഡ്ജ്മെന്റ് ഒരു കോടതിക്ക് എഴുതാൻ പറ്റുമോ വിത്തൗട്ട് എവിഡൻസ്? സത്യമായിരിക്കും അത്. പക്ഷെ അത് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. ബൈ ലീഗൽ എവിഡൻസ് വി മസ്റ്റ് ബി ഏബിൾ ടു പ്രൂവ് ഇറ്റ്. Otherwise, it is of no use. ശരി, മറ്റെന്തെങ്കിലും? ഈ അക്യൂസ്ഡിനെ മാനസികമായിട്ട് ഒരുപാട് പീഡനം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദി വിക്ടിം? സൂട്ട് നിൽക്കും. മാലീഷ്യസ് പ്രോസിക്യൂഷൻ സൂട്ട് നിൽക്കില്ലേ? അല്ല, മാനസികമായിട്ടും മെന്റലായിട്ടും പുള്ളി ഒരുപാട് ടോർട്ടല്ലേ. അതെ. അപ്പൊ അതിന് പുള്ളിക്ക് ആക്ഷൻ എടുക്കാൻ ഉള്ള പ്രൊവിഷൻ ഉണ്ടോ? സൂട്ട് നിൽക്കും. സൂട്ട് ഇല്ലാട്ട് ഫയൽ സൂട്ട് വിത്തിൻ 1 year ഓഫ് ദി ഡേറ്റ് ഓഫ് അക്യൂട്ടൽ. അത് ഫൈനൽ ഡിസിഷൻ അപ്പീൽ കോഡ് വിത്തിൻ 1 year ഓഫ് ദി ഡേറ്റ് ഓഫ് അക്യൂട്ടൽ.
There has to be a finding in the trial court that the prosecution was malicious. And the finding ഇതിനകത്തില്ല, അത് ശരിയാ. The court has അതിനകത്ത് നമ്മൾ ഏത് പാരഗ്രാഫ് നമ്പർ 224 പേജ് നമ്പർ 224 തോന്നുന്നു. 224 അദ്ദേഹം പറയുന്നത് ഇതാണ് അദ്ദേഹം പറയുന്നത്, I am unable to differentiate the chaff from the grain. നെല്ലേത് പതിരേതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാതെ പുള്ളി അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ സ്ത്രീ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ പ്രതി പറയുന്ന മുഴുവൻ സത്യമാണ് എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സിറ്റുവേഷന്റെ ഇടയിൽ എവിഡൻസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. എവിഡൻസ് ഇല്ലെന്നല്ല, നെല്ലേത് പതിരേതെന്ന് എങ്ങനെ അറിയാമെന്നാ ചോദിക്കുന്നത്. ആകെ PWന്റെ മൊഴിയല്ലേ ഉള്ളൂ. ഹലോ, റേപ്പ് കേസിൽ അതില് അതെ കറക്റ്റ്. അത് സംബന്ധിച്ച് അതുകൊണ്ട് റേപ്പ് കേസിനകത്ത് വിക്ടിമിന്റെ മൊഴി മാത്രമേ വരുള്ളൂ എന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ട് ആ മൊഴി അതുപോലെ വിശ്വസിക്കണമെന്ന് നിയമമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ മൊഴി 100% നമ്മൾ വിശ്വസിച്ചു കൊള്ളണമെന്ന് നിയമമില്ല. അതിനാ 2-3 ജഡ്ജ്മെന്റ്സ് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഏകദേശം 10ഓളം ജഡ്ജ്മെന്റ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ടിന്റെ ആ ജഡ്ജ്മെന്റ്സ് സോളിറ്ററി എവിഡൻസ്, ആ പ്രത്യേകമായിട്ടൊരു ഹെഡിങ് ഉണ്ടല്ലോ, സോളിറ്ററി എവിഡൻസ് ഓഫ് ദി വിക്ടിം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അനാലിസിസിനെ പറ്റിയുള്ള ലീഗൽ പോയിന്റ്സിൽ ഡിസ്കഷൻ ഉണ്ട്. ദാറ്റ് ഈ ക്വസ്റ്റ്യൻ വാസ് കൺസിഡേർഡ് ഇതിനകത്ത്. ഇപ്പൊ ഈ ശശിരംപിള്ള ചോദിച്ച ക്വസ്റ്റ്യൻ വാസ് കൺസിഡേർഡ്. സാർ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിന്റെ സാധ്യതയെ കുറിച്ച് വലുതായിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടില്ലല്ലോ സാർ. ഇതൊരു ഫിഡ്യൂഷ്യറി നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നമ്മൾ ആ സെക്ഷൻ 375ന്റെ ഡെഫിനിഷൻ നോക്കാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാനത് ആദ്യമേ നമ്മളത് പറഞ്ഞു. ദാറ്റ്സ് എ പോയിന്റ് ഫോർ ഡിസ്കഷൻ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഈസ് അഗൈൻസ്റ്റ് ദ പ്രോസിക്യൂഷൻ. കണ്ടായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം ഓർക്കുന്നുണ്ടല്ലോ. പോയിന്റ് നമ്പർ പ്രോസിക്യൂഷൻ ഓർക്കുന്നില്ലേ? പോയിന്റ് നമ്പർ 1 ഈസ് ഇൻ ഫേവർ ഓഫ് ദ പ്രോസിക്യൂഷൻ ആണ്. സോറി, അഗൈൻസ്റ്റ് ദ പ്രോസിക്യൂഷൻ ഫേവർ ഓഫ് സോറി. അതെ, അതിനകത്ത് 376 ഉണ്ടല്ലോ. 376-ലെ എഫ് ഉണ്ടല്ലോ. എഫ് എടുത്തായിരുന്നു. എഫ് എടുത്തോ? നമ്മുടെ ഇത് സ്റ്റാറ്റ്യൂട്ട് എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാം. എഫ് സ്ക്രീൻ ഷെയർ ചെയ്യണോ അതോ വായിച്ചാൽ മതിയോ? വായിച്ചാ ടൈം എടുക്കും. അല്ലെങ്കിൽ എഫിൽ പറയാം, ബീങ് എ റിലേറ്റീവ്, ഗാർഡിയൻ ഓർ ടീച്ചർ ഓർ എ പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ അതോറിറ്റി. അപ്പൊ ഇപ്പൊ സന്തോഷ് പറയുന്ന അനുസരിച്ച് ബിഷപ്പ് ഈസ് എ പേഴ്സൺ ഇൻ ട്രസ്റ്റ് ഓഫ് അതോറിറ്റി ടുവേർഡ്സ് വുമൺ കമ്മിറ്റ്സ് റേപ്പ് ഓൺ സച്ച് വുമൺ. ഇത് എവിടെയാ കിടക്കണേ? സെക്ഷൻ 376-ലല്ലേ കിടക്കണേ? അല്ലേ? അല്ലേ? സെക്ഷൻ 376-ലല്ലേ കിടക്കണേ? സെക്ഷൻ 375-ലല്ല. പോയിന്റ് ഇപ്പൊ നമ്മൾ വായിച്ച സാധനം സെക്ഷൻ 375-ല് റേപ്പിന്റെ ഡെഫിനിഷനിലല്ല, പണിഷ്മെന്റിലാണ് കിടക്കണേ. അപ്പൊ അതായത് ഫസ്റ്റ് റേപ്പ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് 375 IPC-യിൽ പറയുന്ന റേപ്പിന്റെ എല്ലാ ബലാത്സംഗത്തിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസിലും ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിലും റേപ്പ് ആവത്തുള്ളൂ. അപ്പൊ റേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. റേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ശിക്ഷയെ പറ്റി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ വാദിക്കുന്ന പോയിന്റ് ആണ് എഫ്. Then he will say that the accused is a person who is a person in position of trust or authority towards a woman, and rape is committed, for which the punishment is an enhanced punishment. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? അങ്ങനെയല്ലേ? മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ മിനിമം സെന്റൻസ് 7 years വിച്ച് മേ എക്സ്റ്റെൻഡ് ഫോർ ലൈഫ് ഇംപ്രിസൺമെന്റ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 375-ന്റെ ഡെഫിനേഷനകത്ത് ഈ സംഗതി വരുന്നില്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഓർ ട്രസ്റ്റോ ഒന്നും വരുന്നില്ല. ഇല്ല സാർ, ഇതിലെ കോർട്ട് ചാർജ് 376(2)K-യും 376 സബ്ക്ലോസ് 2-ല് N-ഉം 376C-യുമാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ 376-ന്റെ ഒരു ഫൈൻഡിങ് വന്നതിന് ശേഷം നമ്മൾ 235(2)ന്റെ ഹിയറിംഗിലൂടെ പോകുമ്പോൾ ഈ പണിഷ്മെന്റിന്റെ ഓരോ ആസ്പെക്ടിനെ കുറിച്ച് പറയണം. ശരിയാ? ആണ് സാർ. യെസ് സാർ, ഡെഫിനറ്റ്ലി. That's very clear. You very clear-cutly stated that.
I It think is not. it is one that affects the sentence. Yes. Rape പക്ഷെ തന്നെ. സാർ കോർട്ട് ഒരു ചാർജ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. But herein, it is an analytical judgment. Appellate jurisdiction is the milestone of Indian judiciary. As a prosecutor, I would like to submit. Herein, it is ഈ പേര നമ്പർ 388 1 മുതൽ 21 വരെയുള്ള അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 1 മുതൽ 10 വരെ ഉള്ളത് വളരെ അനലിറ്റിക്കൽ ആണ്. പക്ഷെ മറ്റേ ഇതില് വേറൊരു സാധനം സാർ, ഇപ്പോ ഇതില് ഒരു പാപവും വിശ്വാസവും അധികാരത്തിന്റെ ചില ചിഹ്നങ്ങളൊക്കെ ഈ കൂട്ടിണങ്ങിയ ഒരു കേസാണ്. കേസ് ഓൺ ഹാൻഡ്. ഇപ്പൊ ഒരു കപ്പലണ്ടി കച്ചവടിക്കാരന്റെ അല്ലെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഒരു ഒഫൻസ് ആണെങ്കിലും ചില ബിംബങ്ങൾ മാറി വന്നേക്കാമല്ലോ. ഇപ്പൊ ഞാനത് പറയാൻ കാരണം പിന്നെ ഈ ഭരണഘടനയുടെ അൾട്രാ വയർ അല്ലാത്ത കാനോൻ നിയമങ്ങൾ ചിലത്, ഇപ്പം ഒരാള് ഒരു കുറ്റം ചെയ്താൽ ആ കുടുംബത്തിനെ ആ ഒരു ഊരുവിലക്കൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് മാറ്റി നിർത്തലൊക്കെ ഉണ്ട്. അപ്പോൾ കാനോൻ നിയമങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാ വയർ ആണെന്ന് പല ജഡ്ജിമെന്റ്സും പലപ്പോഴും നമ്മുടെ സബ് ജഡ്ജ് പോലെ ഇവിടെ പിന്നെ മഞ്ജുവിൽ ഒരു ശശിധരൻ സാറിന്റെ ഒരു കേസ് ഞാൻ മുമ്പ് നടത്തിയതാ, വളരെ പണ്ട്. പിന്നെ അദ്ദേഹം പിന്നെ ഇലക്ഷൻ കമ്മീഷണറൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് സെലിൻ മാഡവും എന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു വക്കീലും കൂടെ നടത്തുന്ന ഒരു കേസ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. നിങ്ങൾ കാനോൻ നിയമത്തിൽ നിന്ന് ഒരാളെ ഊരുവിലക്കി എന്ന് പറഞ്ഞാൽ ശരിയല്ല. സോ മൈ സബ്മിഷൻ, ഈ ആലഞ്ചേരിക്ക് അങ്ങനെ ഒരു സബ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ഇതിൽ പിക്ചറിൽ വന്നാലും അത് ആ ഒരു എവിഡൻസ് ഡിസ്കാർഡ് ചെയ്യപ്പെട്ടാലും 376 സംബന്ധിച്ചിടത്തോളമുള്ള എവിഡൻസിൽ ആലഞ്ചേരി ബിഷപ്പിന്റെ തിരുമേനിയുടെ മൊഴികൾക്ക് വേണ്ടി പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന് എവിഡൻസ് അല്ലേ? സബ് ക്ലാസ് 2 കമ്മിറ്റ്സ് റേപ്പ് ആണ് വുമൺ ഇൻകേപ്പബിൾ ഓഫ് ഗിവിംഗ് കൺസെന്റ്. അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കേസ് ഓൺ ഹാൻഡിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ആസ് എൻ ലോയർ. ബിക്കോസ് an advocate means one who speaks for other and a lawyer means one who practices or studies law. Control or dominance over a woman commits rape on such woman. സാർ അത് കഴിഞ്ഞിട്ട് എല്ല് വന്നെങ്കിൽ നമുക്കത് കാണാം, ബീയിങ് ഇൻ എ പൊസിഷൻ ഓഫ് കൺട്രോൾ ഓർ ഡോമിനന്റ് ഓവർ. പക്ഷെ എല്ലിന്റെ അലിഗേഷൻ ഇല്ല, കോർട്ട് ഫ്രെയിമിംഗ് ചാർജിൽ ഇല്ല. 376 അഭയ നിർഭയ കേസിന് ശേഷം വന്നതാ. While committing rape causes grievous bodily harm or maims or disfigures or endangers the life of a woman or. അപ്പൊ ഇതിൽ കൊറോബറേറ്റീവ് ആയിട്ട് ഒരു മെഡിക്കൽ എവിഡൻസ് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. ബിക്കോസ് 2 years അങ്ങനെ ലാപ്സ് ആയി പോയിട്ടുണ്ട്. സോ സാറ് പറഞ്ഞ 376 ഫയൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ ആയിട്ടുള്ള 389 വരുന്ന പേരാസിന് പറ്റിയിട്ടില്ല. ദാറ്റ് ബി അഡ്മിറ്റ്. അദ്ദേഹം ഈ 2 കേസുകൾ തൻസീം മുഹമ്മദിന്റെയും ആജിദ് ഖാന്റെയും 2 കേസുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ചാഫും പിന്നെ നെല്ലും പതിനും കണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ജുഡീഷ്യൽ ഓർഡറിന്റെ ഒരു ആംബിഗ്വിറ്റിയാണ്. അദ്ദേഹം ആകുലനായിട്ട് ആ ഒരു ജംഗ്ഡറിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഒരു സംശയം അജിയുടെ മൊബൈൽ മ്യൂട്ടാണോ? ജോസ് തെറ്റേലിന്റെ ഒരു കേസ് കൺസിഡർ ചെയ്തിട്ടില്ല ഇതില്. ഈ കോടതി വളരെ മനോഹരമായും അനലിറ്റിക്കലായും ഇപ്പൊ ജോസ് തെറ്റേലിന്റെ ഒരു കേസ് ജസ്റ്റിസ് ഭവദാസൻ ഓർഡർ പാസ്സാക്കിയിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഒരു ഡിഫൻസിലോട്ട് ഇദ്ദേഹം പോയിട്ടില്ല. ഇദ്ദേഹം വെറും അനലിറ്റിക്കലായി മാത്രമാണ് ഈ ജഡ്ജ്മെന്റ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആൺ ദ അതർ സെറ്റ് നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഇതിനെ കുറിച്ച് ഒരു വലിയ ടോക്ക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു സബ്ജക്റ്റ് ആയിരുന്ന സുദീപ് പോലെ നമുക്കത് പറയാമല്ലോ. ബിക്കോസ് വി ആർ ഓൾ അഡ്വക്കേറ്റ്സ് ഡിസ്കസിംഗ് വിത്ത് റിഗാർഡ് ടു ദ അനലിറ്റിക്കൽ തിയറി. അദ്ദേഹം തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മീഡിയാസിൽ എഴുതുകയുണ്ടായി. ഇപ്പൊ ഇതിലിപ്പോ ഒരുപാട് ലേഡി അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ജോലയിലെ പിന്നെ അശ്വതി ഉണ്ട്. അശ്വതിയൊക്കെ ഒരു സ്ത്രീപക്ഷവാദിയല്ല. അവരൊക്കെ അനലിറ്റിക്കലായിട്ട് ഈ പല ആവശ്യതയുള്ള ആണിനും പെണ്ണിനും ഒക്കെ ഒരേപോലെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാന് ഇത് ഒരു സ്ത്രീയുടെ നീതി നിഷേധമായി പോയി എന്ന് സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പീല് സാധ്യതയുണ്ട് അതിന്റെ പുറത്തുള്ള അനലിറ്റിക്കൽ തിയറി. ബിക്കോസ് ഇതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് ഡിസിഷൻ പ്ലസ് ലോ ആയിരിക്കും തോന്നുന്നു. റീസൺ ഫോർ ഡിസിഷൻ അല്ലേ സാർ? ഡിസിഷൻ പ്ലസ് ലോ നോക്കുന്നു. ഇപ്പൊ ഇദ്ദേഹം ഫാക്ട്സ് പ്ലസ് ലോ ആണ് നോക്കിയിട്ടുള്ളത്. സോ ഫാക്ട്സ് ഇദ്ദേഹം അനലൈസ് ചെയ്ത് ഇത്രയും ചെയ്തു. പക്ഷെ ഞാൻ പറയുന്ന ഒരു ജയോ ആനന്ദോ തിരുവസ്ത്രം ഉപേക്ഷിക്കലോ അല്ലെങ്കിൽ വിവാഹമോ ഇതൊന്നും ഇതിലേക്ക് ഒരു ബാധകവും ഇല്ല. ഈ പ്രോസിക്യൂട്ടേഴ്സിന്റെ ഇത് മാത്രം നമുക്ക് നോക്കിയാൽ പക്ഷേ ഈ വാജിദ് ഖാനിലും തൻസീമും പോയിട്ട് അദ്ദേഹത്തിന് ഈ പതിരും നെല്ലും തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ആ ജയ്ശീലൻ സുപ്രീം കോടതിയുടെ കേസിലോട്ട് പോയിരിക്കുകയാണ്.
അദ്ദേഹം എന്നിട്ട് വേറെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഈ PW1 വിക്ടിം കൊടുത്തിട്ടുള്ള 164 തന്നെ D2, D3, D4, D5 4 എക്സിബിറ്റുകൾ ഡിഫൻസ് എടുത്തിരിക്കുകയാണ്. കോൺട്രഡിക്ഷൻസ് 164 ഈസ് എ കോൺക്രീറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിപ്പം 161ന്റെ ഒരു എഫക്റ്റേ ഉള്ളൂ എങ്കിൽ പോലും അവരെ ഒരു 4 എക്സിബിറ്റ് എടുത്തിരിക്കുകയാണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലിപ്പോ ഒരു കൺസെന്റിന്റെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള പ്രിസംഷൻ ഇതൊന്നുമില്ലാതെ വളരെ അനലിറ്റിക്കലായിട്ട് കേസ് ഓൺ റെക്കോർഡിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ബട്ട് മൈ സബ്മിഷൻ, ഇത് ഡിസിഷൻ പ്ലസ് ലോ, അത് ഇൻ എ വൈഡ് സെൻസ് അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു കേസാണെന്നാണ്. This is judgment which qualifies for an appeal. അതെ സാർ. പിന്നെ 377ന്റെ അൺനാച്ചുറൽ, ഇപ്പോ ഞാൻ കുറച്ചുകൂടി ഇതിൽ പറഞ്ഞു സാർ. ഇപ്പോ മെയിൽ, ഫീമെയിൽ, പിന്നെ ട്രാൻസ്ജെൻഡർ, ചില വിശ്വാസ സംഹിതകൾ ചില പക്ഷേ ഈ ലോകത്ത് തന്നെ വലിയ മതമായിരിക്കും. ആ മതം പോലും തേർഡ് ജെൻഡറിനെ അംഗീകരിക്കാത്ത ഒരു സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി തേർഡ് ജെൻഡറിനെ, ട്രാൻസ്ജെൻഡർ അംഗീകരിക്കുന്നു, അവർക്ക് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്നു. യെസ്. അപ്പോ സാറിന്റെ ഫസ്റ്റ് കേസ് SI ഓഫ് മൂന്നാർ വേഴ്സസ് ജോസഫ് 2, പിന്നെ ജോസ് തെറ്റയൽ കേസ്, നിർഭയ കേസ്, പിന്നെ ഈ കേസ് ഓൺ ഹാൻഡ്. അപ്പൊ ഈ കേസ് ഓൺ ഹാൻഡിൽ ഈ തന്നെ വന്നിട്ടുള്ളത് ഈ നിർഭയയെ ബസ്സിൽ വെച്ച് ഈ ജാക്കി ലിവർ കൊണ്ട് വളരെ നിഷ്ഠൂരമായി ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 376(2) കേസ് ഓൺ ഹാൻഡിലെ അനലിറ്റിക്കൽ വസ്തുതകൾ, ഫാക്ട്സ് അനുസരിച്ച് ഒരു കാരണവശാലും അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ആസ് ആൻ പ്രോസിക്യൂട്ടർ ആയിട്ട് സബ്മിറ്റ് ഈ ലോകത്തിന്റെ, ഈ സമൂഹത്തിന്റെ, സർക്കാരിന്റെ ഒരു ആംബിഗ്വിറ്റി, ആകുലതകൾ ജുഡീഷ്യറിയിൽ തന്നെ നമുക്കത് വീണ്ടും സ്വീകരിക്കാൻ തേടേണ്ട നിയമ വ്യവസ്ഥിതികളിലോട്ട് തന്നെ പോയിട്ടിരിക്കും. സോ വി ആർ പ്രിഫറിംഗ് അപ്പീൽസ്. Appeal jurisdiction, appellant jurisdiction is the milestone of our judiciary, Indian judiciary. ഞാൻ കരുതുന്നു സാർ. Thank you. ഇത് പഠിച്ചതാ. Thank you, Ajit Kumar sir. Yes. Thank you. സാർ ഞാൻ ഒരു വാക്ക് കൂടെ സാർ, വിത്ത് പെർമിഷൻ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാനോൻ ലോ പോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അൾട്രാവെയറായി മാറുമെന്ന്, ഇപ്പൊ മാറാലഞ്ചേരിയുടെ നിയമം അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് അവരെന്തുകൊണ്ട് കൺസിഡർ ചെയ്ത എന്നുള്ളത് നമ്മുടെ ഈ സിസ്റ്റമായിട്ടായിരിക്കില്ല. അവർക്ക് അവരുടെ സഭാ നിയമ ചട്ടങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കേസിൽ തന്നെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ട്. അത് പോയിട്ട് 24(8) പ്രകാരം ഒരാളിനെ PW1 വേണ്ടിയിട്ടും കോടതി അക്സെപ്റ്റ് ചെയ്തു വരുന്നു. അപ്പൊ കോടതി ഇതിനു വേണ്ടി മുൻധാരണ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ബട്ട് ദ കോർട്ട് ഈസ് വെരി കെയർ ആൻഡ് കേഷ്യസ് അപ്പോൺ ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്. കാരണം ഇത് ഒഫൻസ് ഈസ് ദെയർ. എല്ലാവർക്കും, എല്ലാ സിവിൽ സിറ്റിസന് ബാധകമായിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. ബട്ട് ഹിയർ ഓൾ ആർ വെരി കോൺഷ്യസ്. സോ ദ കോർട്ട് ഈസ് മോർ കോൺഷ്യസ് അപ്പോൺ കൺസിഡറിംഗ് ദീസ് ബിംബംസ്. എന്തൊക്കെയാണോ ഈ ഫാക്ടേഴ്സ് ഉള്ളത്, ഏത് സെയിം ലോ എല്ലാവർക്കും ബാധകമാണെങ്കിൽ പോലും ഈ അറ്റൻഡിങ് സർക്കംസ്റ്റൻസിൽ പെട്ടിട്ടുള്ള പാർട്ടീസ് വ്യത്യസ്തമായ സാമൂഹ്യ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് ദ കോർട്ട് വാസ് വെരി കോൺഷ്യസ്. അനലിറ്റിക്കൽ ലോ ഇസ് ദെയർ. കോടതിയുടെ വെർഡിക്റ്റിനെ മോശമെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ലോ ഈസ് ഓർഡർ ഈസ് ദെയർ, ജുഡീഷ്യൽ ഓർഡർ, ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ. We have to accept it. Appeal scope is there. Appellant jurisdiction is the milestone of Indian. അത്രേ ഉള്ളൂ സാർ എന്റെ അഭിപ്രായം. Thank you. മറ്റാർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാം? മറ്റു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ സർ, അജിത് സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ മനോഹരമായ 2 ദിവസം അശ്വതിക്ക് എന്തെങ്കിലും സാറിനോട് ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? ചോദിക്കാം. നന്ദി അതിനുശേഷം പറയാം. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അശ്വതി അൺമ്യൂട്ട് ചെയ്യണം. അല്ല സാർ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ വിഷയത്തെ, അതായത് ഞാനൊരു ലോ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും അതിന് വേറൊരു സൈഡും കൊണ്ട് സൊസൈറ്റിയിൽ ഇത് പല രീതിയിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ വുമൺ ആസ് എ സിറ്റിസൺ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുമ്പോഴും ആ കൺസെന്റ് കൊടുക്കുന്നതും അതിന് ആസ് എ വുമൺ അവരെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ മാനസിക തലം അതിനു വേണ്ടിയിട്ട് അവരെ
നയിച്ചത് എന്നൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്കുള്ള ഈ സമൂഹത്തിൽ തന്നെയാണ് ഈ കൺസെന്റിന്റെ പേരിലൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു വേർഡിക്റ്റ് പാസ്സാക്കുന്നത്. അപ്പോ ആ കൺസെന്റ് ഒരു വിക്ടിം, വുമൺ ഒരിക്കലും ഒരു വിക്ടിം അല്ല, പക്ഷെ സംടൈംസ് അവരെ മിസ്യൂസ് ചെയ്യാനും അവരുടെ ചിന്താഗതികളെ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ദിശയിലും കൂടെ ഇത് കാണേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരിക്കലും ഒരു വുമൺ എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ പറയും കുട്ടികളെ 16 വയസ്സ് ആ കുട്ടികൾ ചൈൽഡായിട്ട് കാണണം. നിർഭയ കേസിലെ ആ ചെറുപ്പക്കാരനെ പോലും അതിൽ നിന്ന് വിട്ടതിന്റെ കാരണം പിന്നെ ഒരു റിഹാബിലിറ്റേഷൻ തെറാപ്പി പോലെ ഒരു റിക്രിയേഷൻ പോലെ നമ്മൾ ആ ചെറുപ്പക്കാരനെ ഒരു തയ്യൽ മിഷൻ കൊടുത്ത് റിഹാബിലിറ്റേറ്റ് ചെയ്ത ഒരു നിയമ സംഹിതയാണ് നമുക്ക്. പക്ഷെ അതേ സമയത്ത് തന്നെ സ്ത്രീകൾക്ക് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന അത്രയും ഒരു കപ്പാസിറ്റിയും പവറൊന്നും ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെയാണ് ഈ മിസ്യൂസിങ്. അത് നമ്മൾ മെന്റൽ കപ്പാസിറ്റി ഏത് രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കാണുന്ന ഒരു 30 വയസ്സായ സ്ത്രീക്ക് അത്രയും അധികം ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യം, അവരുടെ പാസ്റ്റ് എന്തായിരുന്നു, അവരുടെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് ഒരു വേർഡിക്റ്റ് പാസ്സാക്കാൻ പറ്റുമോ എന്നുള്ളതും നമ്മുടെ ഒരു അപര്യാപ്തതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതാണ് ഇപ്പോഴും ഒരു വേർഡിക്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു ആസ് എ ലോ സ്റ്റുഡന്റ്. പക്ഷെ സൊസൈറ്റിയിലെ ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും പുറം ലോകത്തേക്ക് വരാതെ ഇത്തരത്തിലുള്ള കൺസെന്റ്, നമ്മൾ കാണുന്ന കൺസെന്റ് പലപ്പോഴും മാനിപ്പുലേറ്റീവ് കൺസെന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ നിയമം വരുമ്പോൾ അത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, മെയിൽ അയച്ചത്, അയാളെ കുറിച്ച് കൂടുതൽ അയാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏത് രീതിയിലാണ്, സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഏത് രീതിയിലാണ് ഒരാളുമായിട്ട് അടിമത്തത്തിലേക്ക് ആകുന്നത്, ഇതൊക്കെ നമ്മൾ അവരെ എംപവർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. പക്ഷെ സംടൈംസ് അവർ ഫെയിൽ ആകുന്നുണ്ട്. അപ്പോഴാണ് ഈ വെർഡിക്റ്റിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത്. സർ, അങ്ങനെയാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. അത് ജ്വാല പറഞ്ഞത് ശരിയാണ്. അതൊരു ഒരു 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 സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും. അത് ഐ വെൽക്കം ദോസ് വ്യൂസ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ അതിനകത്ത് ഈ നിശബ്ദയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണ് ജ്വാല ഇപ്പൊ വരച്ചു കാട്ടിയത്, അല്ലേ? അത് പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ സമൂഹം ഉണ്ടെന്നുള്ളൊരു നമ്മളത് മാറ്റിയെടുക്കാനായിട്ട് നിയമത്തിന് സാധിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് സാധിക്കുന്നത് സ്ത്രീയുടെ എക്കണോമിക് എംപവർമെന്റ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അതായത് സാമ്പത്തികമായിട്ട് സ്വതന്ത്രമായ ഒരു സ്ത്രീക്ക് മാത്രമേ ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടാവൂ. പക്ഷെ ഈ കേസിൽ അത് പറയുമ്പോൾ ഞാൻ ഇത് പറയുമ്പോഴും സ്വയം വിമർശിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് സാർ, ഇപ്പൊ ഒരു 1-2 സമയമൊക്കെ നമുക്ക് കൺസെന്റ് ഇല്ലാതെയൊക്കെ ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ നടത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് അങ്ങനെ കൺസെന്റ് ഇല്ലാതെ ഉള്ളത് അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ആ വെർഡിക്റ്റ് ഒരു ഭാഗം അങ്ങനെ നമുക്ക് നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. ആസ് എ വുമൺ നമുക്കൊരു 2 തവണയൊക്കെ നമുക്ക് പറയാം എന്നെ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാതെ. പക്ഷെ സീരീസ് ഓഫ് ഇത് നടക്കുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ശരിയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് അനലൈസ് ചെയ്ത് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ലേഡീസ് ഇതിനകത്തുണ്ട്, അവരെല്ലാവരും നിശബ്ദരായിരിക്കും. ഇപ്പൊ ഞാനും അജയ്കുമാർ ഞങ്ങളൊക്കെ ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുന്നവരാകാം. പക്ഷെ നിങ്ങളാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാലിസിസ് ആണ് ആവശ്യം. ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, അവരാരും നിശബ്ദരായിരിക്കും. മെന്റൽ കപ്പാസിറ്റി സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോ നമ്മളെ ഏതൊരു പ്രതിയുടെയും വാദിയുടെയും ഒക്കെ വിഷയം എടുക്കുമ്പോഴും മാനസിക ആരോഗ്യവും അതിന്റെ തലങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ IPC ഒക്കെ ഡിസ്കസ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഡിഫൻസ് ഒക്കെ ചെയ്യുമ്പോഴും അതൊരു ഫാക്റ്റ് ആണെന്ന് തോന്നുന്നു ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ. ഇപ്പൊ ഇവരുടെ വിഷയത്തിലും നമ്മൾ നോക്കുമ്പോൾ ഒരു നണ്ണാണ്, അവർക്ക് വളരെ എംപവർ ചെയ്യാനുള്ള സാഹചര്യം ഉള്ള ഒരു ആളാണ്, സ്പിരിച്വലി അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എവിടെയാണ് അവർക്ക് വീക്കായി പോയത്, അല്ലെങ്കിൽ അതൊക്കെയാണ്. അപ്പൊ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും ഒരു സ്പിരിച്വൽ എംപവർമെന്റ് ഉള്ള മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന ഒരു ലേഡിക്ക് അത് പലപ്പോഴും അങ്ങനെ നിശബ്ദയാകേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ
അപ്പൊ എത്രത്തോളം പേരായിരിക്കും നിശബ്ദമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇതൊരു നിയമപരമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ സാറും അതിലേക്ക് ഡെപ്തിൽ പോയില്ല. അതുകൊണ്ടാണ് ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ, കാരണം നമ്മള് നിയമത്തെ ബഹുമാനിക്കണം, വേർഡിക്റ്റിനെ ബഹുമാനിക്കണം. പിന്നെ അജിത് കുമാർ സാർ പറഞ്ഞതുപോലെ മുകളിലേക്കും മറ്റു കോടതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെക്ഷൻ റൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. ജഡ്ജ്മെന്റ് അനാലിസിസ് ഓഫ് ഫ്രാങ്കോ മുളയ്ക്കൽ റേപ്പ് കേസ് ത്രൂ ദി ഐ ഓഫ് ലോ. അത് നീണ്ട 2 ദിവസമായി നമ്മുടെ പ്രിയങ്കരനായ ശാസ്ത്രമംഗലം അജിത് കുമാർ സാർ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആ സ്പിരിറ്റോടെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പൊ ഞാൻ തന്നെ ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി പ്രിന്റ് എടുത്താണ്, സ്പൈറൽ ബൈൻഡ് ചെയ്താണ് സാറിന്റെ അനലൈസ് പിന്നെ പോയിന്റിലൂടെ നോക്കി കാണുന്നു. അപ്പൊ ഈ കേസിൽ തന്നെ ഒരു സെക്ഷൻസ് കേസ് പിന്നെ ഒരു സീനിയറിന്റെ കൂടെ ബാക്കിൽ നടത്തിയ ഒരു ഫീലിംഗ് കൂടെ അനുഭവപ്പെടുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പ്രോസിക്യൂഷൻ കേസ് വീക്കാണ്. ഈ ഡിഫൻസ് വലിയ മനസ്സിലുള്ള തന്ത്രപരമായി ഡിഫൻസ് കൊണ്ടുവന്നു. ഉദാഹരണത്തിന് തന്നെ ഈ റേപ്പ് 13 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷവും PW1 വിക്ടിം ഈ അക്യൂസ്ഡുമായിട്ട് ഇമെയില് ഈ സാറിപ്പം വായിച്ചതാണ്, ഷെയർ ചെയ്ത് വായിച്ചതാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് PW1ന്റെ ഇമെയിൽ. ഇതൊക്കെ എടുത്ത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് ഈ പ്രോസിക്യൂഷൻ കേസ് വീക്കാണെന്ന് സ്ഥാപിച്ചു. നമ്മള് നേരത്തെ സാർ പറഞ്ഞ പോലെ ഐ ഓഫ് ലോ, ത്രൂ ദ ഐ ഓഫ് ലോ, ജഡ്ജ്മെന്റ് ആസ് എ ലോ സ്റ്റുഡന്റ്, അഡ്വക്കേറ്റ്, ലോ സ്റ്റുഡന്റ്, ലോ ടീച്ചേഴ്സ്, ലോ ഫ്രട്ടേണിറ്റിയുടെ ഭാഗത്തിൽ ഐ ഓഫ് ലോയിലൂടെയാണ് നോക്കിയത്. അതിന്റെ സാമൂഹിക വിഷയങ്ങൾ അജികുമാർ സാർ പറഞ്ഞ പോലെ, അശ്വതി പറഞ്ഞ പോലെ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഓഫ് ലോ, അപ്പോൾ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും. അവസാനം ഇതില് നമ്മുടെ പ്രിയങ്കരനായ പ്രോസിക്യൂട്ടർ, നെയ്യാറ്റിൻകര പ്രോസിക്യൂട്ടർ, ക്രിമിനൽ പ്രോസിക്യൂട്ടർ അജികുമാർ സാർ, പാറശാല അജികുമാർ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ററാക്ട് ചെയ്യാൻ നമ്മുടെ സന്തോഷ് ഡാനിൽ സാർ, ശശിധരൻ സാർ പങ്കെടുത്ത എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പിന്നെ നമ്മള് അഡ്വക്കറ്റുമാരും നിയമ വിദ്യാർത്ഥികളെ ഈ ജഡ്ജ്മെന്റ് വായിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. കാരണം പിന്നെ ഇതൊരു എങ്ങനെ ഒരു ഡിഫൻസിലാണ് നോക്കണം. ഒരു കേസിനെ എങ്ങനെ പൊളിക്കാം, നമ്മൾ അതാണ് മനസ്സിലല്ല. അതിന്റെ സാമൂഹിക ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ സംവാദം അല്ല, നേരത്തെ പറഞ്ഞതുപോലെ. അതിന് പിന്നെ അജിത് കുമാർ സാർ സീനിയർ അഭിഭാഷകൻ പറഞ്ഞു ഈ പ്രശ്നമൊക്കെ ഇപ്പൊ അശ്വതി ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ എക്കണോമിക്കൽ എംപവർമെന്റ്, അതുപോലെ തന്നെ ഞാൻ വേറെയും അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഈ എഡ്യൂക്കേഷൻ. ഈ സ്കൂൾ ലെവലിൽ തന്നെ ലോ ഉൾപ്പെടുത്തുന്നില്ല. ലോ എഡ്യൂക്കേഷൻ കൂടെ സ്കൂൾ ലെവലിലൂടെ സിലബസിലൂടെ കയറ്റുക. ഈ പിന്നെ ആന്റി റേപ്പ് ലോ ഒക്കെ പിന്നെ ആർക്കറിയാം, മനസ്സിലായി, അവെയർ ചെയ്യുക. പിന്നെ ഇതില് പിന്നെ വ്യാജ പരാതികൾ വരുന്നു, ഒരുപാട് വ്യാജ പരാതി വരുന്നു എന്നുള്ളത് ഈ കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയർക്ക് മാത്രമേ അറിയാവൂ. കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗം അബ്യൂസ് നടക്കുന്നു എന്നുള്ളത് അത് പിന്നെ സൊസൈറ്റിയിൽ അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും വളരെ സ്പിരിറ്റായി നമ്മൾ ഈ എൻ്റെ ഒരു അനുഭവത്തിൽ 43 വെബിനാർ സീരീസ് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ വേറെയും വെബിനാർ സീരീസുകൾ നടക്കുന്നു. എന്നാൽ ഇതുപോലെ ഒരു ജഡ്ജ്മെന്റ് വളരെ അനലൈസ് ചെയ്ത്, സാധാരണ ഒരു സീനിയർ അഭിഭാഷകൻ ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ നിൽക്കില്ല. ഇപ്പൊ നമ്മുടെ പിന്നെ അജിത് സാറ് ഓരോ പോയിന്റും എടുത്തു വെച്ചാണ് മനസ്സിലായി അനലൈസ് ചെയ്ത് അവസാനം എന്തുകയും ചെയ്തു. അത് നമുക്ക് വളരെ യൂസ്ഫുൾ മനസ്സിലായി. അവസാനം എത്തിയ പാറശാല അജികുമാർ സാർ പ്രോസിക്യൂട്ടർ, മറ്റെല്ലാവർക്കും എല്ലാവരെയും പിന്നെ നന്ദിയോടെ സ്മരിക്കുന്നു.
മറ്റ് ഈ പരിപാടി സീരീസ് ഇന്ന് ഇവിടെ അജിത് സാർ ഇന്നിവിടെ ഇത് പൂർണ്ണമായി പ്രഖ്യാപിക്കാമല്ലോ സാർ? പ്രഖ്യാപിക്കാം. ആ അതെ അതെ അതെ, പൂർണ്ണമായി പ്രഖ്യാപിക്കാം. ഇനി അടുത്ത് ഇതുപോലുള്ള പിന്നെ ഈ നിയമ സംവാദങ്ങളിൽ തീർച്ചയായിട്ടും അജിത് കുമാർ സാർ നമ്മുടെ നേരത്തെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമുക്ക് എപ്പോഴും വേണം ആക്സസ് ചെയ്യാമെന്നുള്ള ഒരാളാണ്. ഫോണിൽ കൂടി തന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാന്നുള്ളതാണ്. അടുത്ത വേറൊരു പരിപാടിയായിട്ട് അജിത് സാറിനെ തന്നെ കൊണ്ടുവരാം. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി അശ്വതി ജ്വാല, ലോ സ്റ്റുഡന്റ്, സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി അശ്വതി ജ്വാലയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഐക്യാൻ അക്കാഡമി, പാർത്ഥസാരഥി ഐക്യാൻ അക്കാഡമിയുടെ ആഭിമുഖ്യത്തില് 43ാമത് വെബ് സീരീസിന്റെ 2ാം ഭാഗമാണ് ഇന്നിവിടെ നടന്നത്. ജഡ്ജ്മെന്റ് അനാലിസിസ് ഓഫ് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കേസ് ത്രൂ ഐ ഓഫ് ലോ എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ആഴത്തിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്ന രീതിയിലും ഇവിടെ ഒരു ഡിസ്കഷൻ സംഘടിപ്പിച്ച ഏറ്റവും ബഹുമാന്യനായ കേരളത്തിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ സർ, ആസ് എ ഒരു ലോ ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഒരു സെമിനാറിന് വരുമ്പോൾ എത്ര ആത്മാർത്ഥതയോടുകൂടിയും എത്ര ഡെപ്തിലുമാണ് ഒരു കേസ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒരു മാതൃക കൂടിയായിരുന്നു ബഹുമാന്യനായ ശാസ്തമംഗലം അജിത് കുമാർ സാറിന്റെ ഈ 2 ദിവസത്തെ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ പാഠമാണ് അങ്ങയുടെ ഈ ഒരു ഇന്ററാക്ഷനിലൂടെ ലഭിച്ചത്. ഈ കിട്ടുന്ന മൂല്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും ഒരു പ്രൊഫഷണൽ ലൈഫിലും ഞങ്ങൾ തീർച്ചയായും ഉപയോഗിക്കും. അത് താങ്കൾക്ക് ഐക്യാൻ അക്കാഡമിയുടെ പേരിലും എന്റെ പേരിലുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ബഹുമാന്യനായ അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര അജികുമാർ അവർകൾ, അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ഒരു സോഷ്യൽ വിഷയങ്ങളെ കുറിച്ചും ഇതിന്റെ നിയമപരമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ നമ്മുടെ ചിന്തകളെ ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ഡീപ്പായിട്ട് തന്നെ ഈ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് ചേർന്നിരുന്നു. അദ്ദേഹത്തിനും ഐക്യാൻ അക്കാഡമിയുടെ പേരിലും എന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാന അഡ്വക്കേറ്റ് ശശിധരൻ അവർകളുണ്ട്, അഡ്വക്കേറ്റ് സന്തോഷ് അവർകളുണ്ട്, ഒട്ടേറെ പ്രമുഖ ലോയേഴ്സ് ഈ ഇന്ററാക്ഷൻ സെക്ഷന്റെ നമ്മുടെ ചിന്താഗതിയിലേക്ക് കൂടുതൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഒട്ടേറെ ഡിസ്കഷനും അവരുടേതായ അക്കാഡമിക്കലായിട്ടുള്ള വിഷയങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബഹുമാന്യനായ അഡ്വക്കേറ്റ് വിനു വിനായകൻ അവർകൾ, നമുക്കറിയാം നമ്മളെപ്പോലുള്ള ലോ സ്റ്റുഡൻസിന് എന്നും നിസ്വാർത്ഥമായിട്ടാണ്, ഒരിക്കലും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ എപ്പോഴും നമ്മളുടെ വഴികാട്ടിയായിട്ട് നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വെബിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ ഈ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിന് എന്റെ പേരിലും ഐക്യാൻ അക്കാഡമിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ലോ സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിലും ഐക്യാൻ അക്കാഡമിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, അപ്പൊ ഇന്നത്തെ വെബിനാറിലൂടെ പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം സാർ. അജിത് സാർ നമസ്കാരം. ശരി, അജിത് സാർ.